ഹായ് മക്കളെ, പ്രകൃതിയുടെ മനോഹരമായിട്ടുള്ള കാഴ്ചകളുടെ കൂടെയുള്ള യാത്രയാണ് അല്ലേ. നമ്മുടെ ആദ്യത്തെ കാഴ്ച എന്തായിരുന്നു? സോങ് ഓഫ് ദ ഫ്ലവർ ആയിരുന്നു അല്ലേ. പൂവിൻ്റെ മനോഹരമായിട്ടുള്ള ഒരു പാട്ട്. അതിനുശേഷം നമ്മുടെ ഫസ്റ്റ് ഷവർ എന്ന് പറയുന്ന മഴയുടെ മനോഹരമായിട്ടുള്ള ഒരു യാത്ര അല്ലേ. അങ്ങനെ പൂവിൻ്റെയും മനോഹരമായിട്ടുള്ള മഴയുടെയൊക്കെ കാഴ്ചകൾക്ക് ശേഷം ഇത് മാത്രമാണോ പ്രകൃതിയുടെ കാഴ്ചകൾ? അല്ല അല്ലേ. ഇനിയുമുണ്ട് പ്രകൃതിക്ക് മറ്റൊരു വശം. എന്താണ്? പ്രകൃതി നമ്മളെ ഒരുപാട് സ്നേഹിക്കാറുണ്ട് മക്കളെ ചില സമയത്ത് അല്ലേ. ഫോർ എക്സാമ്പിളിന് നിങ്ങൾക്കൊരു ടെൻഷനോ പ്രഷറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരട്ടെ, ഭയങ്കര ഒരു മനസ്സിന് ഭയങ്കര അസ്വസ്ഥയൊക്കെ വരുമ്പോൾ വളരെ മനോഹരമായിട്ടുള്ള ഒരു പുഴയുടെ തീരത്ത് ഇങ്ങനെ നല്ല വെള്ളമൊക്കെ ഒഴുകുന്ന നല്ല മനോഹരമായിട്ടുള്ള പുഴയുടെ തീരത്ത് നല്ല പച്ചപ്പുല്ലൊക്കെ പതിച്ചിട്ടുള്ള അവിടെ ഇങ്ങനെ പോയി ഇരുന്നിട്ട് കുറച്ച് നേരം ഇങ്ങനെ ആ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ കാണുമ്പോൾ നമ്മുടെ മനസ്സിൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് കുറഞ്ഞിങ്ങനെ പോകുന്നത് പ്രഷറും ബുദ്ധിമുട്ടും മനസ്സിന് ഓട്ടോമാറ്റിക്കലി ഒരു മനസ്സുഖം ഇങ്ങനെ കയറി വരും. നമുക്ക് അവിടെ ഇരിക്കും തോറും സുഖം അല്ലേ. ഇങ്ങനെ പ്രകൃതി പല സമയത്തും നമുക്കൊരു റിലീഫ് തരുന്നുണ്ട്, ഒരു ആശ്വാസം നൽകുന്നുണ്ട്. പല നമ്മൾ ബിൽഡ് ചെയ്തിട്ടുള്ള ഏരിയകളല്ലാതെ പല ടൂറുകളൊക്കെ കണ്ടിട്ടില്ല നമ്മൾ. ഫോറസ്റ്റ് ഏരിയയിലോട്ടും പിന്നെ മനോഹരമായിട്ടുള്ള വെള്ളച്ചാട്ടം ഇങ്ങനെ പല സ്ഥലങ്ങളിലും പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു റിലാക്സ് ഉണ്ട്. അത് പ്രകൃതി നമ്മളോട് കാണിക്കുന്ന ഒരു തരം സ്നേഹമാണ്. അങ്ങനെയുള്ള ഒരു ചെറിയൊരു സ്നേഹം അല്ലേ. പ്രകൃതി നമ്മോട് കാണിക്കുന്ന ഒരു സ്നേഹം ഒരു നൈറ്റിങ്ങളുടെ രൂപത്തിലാണ് കേട്ടോ. ഇവിടെ പ്രകൃതിക്ക് നൈറ്റിങ്ങളാണ്, ഒരു രാപ്പാടിയുടെ രൂപമാണ് ഉള്ളത്. അങ്ങനെ രാപ്പാടി ഒരു മനുഷ്യനെ സ്നേഹിക്കുന്ന അല്ലേ, നമ്മോട് കാണിക്കുന്ന ഒരു സ്നേഹത്തിന്റെ ഒരു കഥയാണ് ഇതിൽ കാണിക്കുന്നത്. ദ നൈറ്റിംഗിൾ ആൻഡ് ദ റോസ് അല്ലേ. ഒരു നൈറ്റിംഗിളും അതുപോലെ റോസാപ്പൂവും അല്ലേ. നൈറ്റിംഗിൾ മീൻസ് എന്താണ്? രാക്കിളി, രാപ്പാടി, വാനമ്പാടി എന്നൊക്കെ പറയുന്ന നൈറ്റിംഗിളും അതുപോലെ റോസും അല്ലേ. നോക്കാം. അറ്റ് സം പോയിന്റ് ഓഫ് ഇൻ അവർ ലൈഫ് വി റിയലൈസ് ദ നാച്ചർ സ്മൂത്ത് അസ് ആൻഡ് ഷെയർസ് അവർ പെയിൻ അല്ലേ. ലൈഫിന്റെ ചില സമയത്ത് നമുക്ക് എന്ത് തിരിച്ചറിയാൻ സാധിക്കും? പ്രകൃതി നമ്മെ ഒരുപാട് സൂത്തനം ചെയ്യും, നമുക്കൊരു റിലാക്സ് തരാറുണ്ട് അല്ലേ. അതുപോലെ നമ്മുടെ പെയിനുകൾ അതിൻ്റെ പെയിനായിട്ട് അത് ഷെയർ ചെയ്യാറുണ്ട് എന്നൊക്കെയാണ് അല്ലേ. നോക്കാം. ഡസ് നാച്ചർ ഹെൽപ്പ് us when we are in trouble in need അല്ലേ. നമുക്ക് എന്തെങ്കിലും ആവശ്യമുള്ള സാഹചര്യത്തിലോ നമ്മൾ എന്തെങ്കിലും പ്രോബ്ലംസ് പെട്ടിരിക്കുന്ന സാഹചര്യത്തിലോ പ്രകൃതി നമ്മെ പലപ്പോഴും അറിഞ്ഞോ അറിയാതെയോ നമ്മളെ സഹായിക്കാറുണ്ട് അല്ലേ മക്കളെ. റീഡ് എ സ്റ്റോറി അബൌട്ട് ഹൗ നാച്ചർ ഹെൽപ്സ് മാൻ ഇൻ ടൈംസ് ഓഫ് നീഡ് അല്ലേ. ഇവിടെ പ്രകൃതി ഒരു മനുഷ്യന് ആവശ്യമുള്ള അവന് സഹായം ആവശ്യമുള്ള ടൈമിൽ പ്രകൃതി ഒരു മനുഷ്യനെ എങ്ങനെ സഹായിക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു നൈറ്റിംഗിൾ ആൻഡ് ദ റോസ് എന്ന് പറയുന്ന ഈ ഒരു കുഞ്ഞു സ്റ്റോറിയിലൂടെ നമുക്ക് പഠിക്കാനുള്ളത്. നോക്കാം. ഓസ്കാർ വൈൽഡ് അല്ലേ നമ്മുടെ റൈറ്ററാണ്. ഓസ്കാർ വൈൽഡ് 1854 and 19. അദ്ദേഹം ആ വ്യക്തി ബോണിങ് ഡെത്തിങ് പീരീഡ് ആട്ടോ. വാസ് എൻ ഐറിഷ് പോയിറ്റ്, ഒരു ഐറിഷ് പോയിറ്റ് ആണ്, അതാണ് ഇതിൻ്റെ ഇമ്പോർട്ടൻസ്. ദെൻ ഫിക്ഷൻ റൈറ്റർ ആൻഡ് എസ്സേയിസ്റ്റ്. ഹി ഈസ് കൺസിഡേർഡ് ആസ് എ സെൻട്രൽ ഫിഗർ ഇൻ ദ ഐസ്തറ്റിക് റൈറ്റിംഗ് ആൻഡ് ദ മാസ്റ്റർ ഓഫ് ഷോർട്ട് സ്റ്റോറി റൈറ്റർ അല്ലേ. ഐസ്തറ്റിക് റൈറ്റിങ്ങിലും മാസ്റ്റർ ഓഫ് ഷോർട്ട് സ്റ്റോറി റൈറ്റിങ്ങിലൊക്കെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു റൈറ്ററാണ് അദ്ദേഹം. ഹി വാസ് എ സ്റ്റോഞ്ച് അഡ്വക്കേറ്റ് ഓഫ് ദ ആർട്ട് സേക്ക് അല്ലേ. ആർട്ട് ഫോർ ആർട്ട് സേക്ക് എന്ന് പറയുന്ന വലിയൊരു കൺസെപ്റ്റ് ആണ് കേട്ടോ. അന്നത്തെ ഒരു പഴയ കാലത്തുള്ള ഒരു വലിയ ഫേമസ് ആയിട്ടുള്ള ആർട്ടിന് വേണ്ടി എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിന്റെ ഒരു മെയിൻ ആയിട്ടുള്ള ആളായിരുന്നു ഓസ്കാർ വൈൽഡ്. His major plays include A Woman of No Importance, An Ideal Husband, and The Importance of Being Earnest, and the novel of The Picture of the Dorian Gray. In 1880, he wrote poems and published The Happy Prince and the Other Tales, the collection of children's stories. Later, he published a collection of essays arguing the tenets of the aestheticism. അദ്ദേഹത്തിൻ്റെ വർക്സുകളാണ് കേട്ടോ. ഒരുപാട് വർക്സുകൾ പറയുന്നുണ്ട്. എ വുമൺ ഓഫ് നോ ഇമ്പോർട്ടൻസ് ആൻഡ് ദ ഐഡിയൽ ഹസ്ബൻഡ് ആൻഡ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ബീയിങ് ഏർണസ്റ്റ് ആൻഡ് ദ നോവൽ ഓഫ് ദ പിക്ചർ ഓഫ് ദ ഡൊറിയൻ ഗ്രേ. ഇതൊക്കെ മെയിൻ വർക്സുകളാണ്. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ പോംസും അതുപോലെ പബ്ലിഷനും പറയുമ്പോൾ ദ ഹാപ്പി പ്രിൻസ് ആൻഡ് ദ അതർ ടൈൽസ്, ദ കളക്ഷൻ ഓഫ് ചിൽഡ്രൻ സ്റ്റോറീസ്, ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ മെയിൻ ആയിട്ടുള്ള വർക്സുകളാണ് കേട്ടോ. ഒരുപാടൊന്നും റൈറ്റർ കൂടെ നമുക്ക് ആവശ്യമില്ലാത്തതുകൊണ്ട് ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്യാം. ഓക്കെ, chapter start ചെയ്യാം. She said that she would dance with me if I brought her red roses, cried the young student, but in all my garden there is no red rose. എന്താണ്?
ഒരു യങ് സ്റ്റുഡൻറ് എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു ബോയ് ആണ് കേട്ടോ നമ്മൾ കണ്ടത്. ഒരു ചെറുപ്പക്കാരനായിട്ടുള്ള പഠിക്കുന്ന ഒരു വ്യക്തി അല്ലേ, ഒരു പഠിക്കുന്ന കുട്ടി, ചെറുപ്പക്കാരനായിട്ടുള്ള ഒരു സ്റ്റുഡൻറ്. ഐ മീൻ ഇവിടെ ഒരു യങ് ആയിട്ടുള്ള ഒരു യൂത്ത് ആയിട്ടുള്ള ഒരു പയ്യനായിട്ട് നിങ്ങൾ കണ്ടാൽ മതി കേട്ടോ. അപ്പോൾ ഒരു യങ് സ്റ്റുഡൻ്റ് ആണ്. ഉറക്കെ കരഞ്ഞുകൊണ്ട് എന്താണ് പറയുന്നത്? ഷീ സെഡ് ദാറ്റ് ഷീ വുഡ് ഡാൻസ് വിത്ത് മീ ഇഫ് ഐ ബ്രോട്ട് ഹെർ റെഡ് റോസ്. അല്ലേ, ഞാനൊരു റെഡ് റോസ് അവൾക്ക് കൊണ്ടുപോയി കൊടുക്കുകയാണെങ്കിൽ അവൾ എൻ്റെ കൂടെ ഡാൻസ് കളിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഞാൻ റെഡ് റോസ് കൊണ്ടു കൊടുക്കുകയാണെങ്കിൽ മാത്രമേ അവൾ എൻ്റെ കൂടെ ഡാൻസ് കളിക്കുകയുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് ഈ യങ് ബോയ് കരയുന്നത്. ബട്ട് ഇൻ ഓൾ മൈ ഗാർഡൻ ദർ ഇസ് നോ റെഡ് റോസ്. പക്ഷെ എൻ്റെ ഈ ഗാർഡനിൽ ഒരു റെഡ് റോസ് പോലും ഇല്ല, ഒരു ചുമന്ന റോസാപ്പൂ പോലും ഇല്ല എന്നാണ് പറയുന്നത്. ഫ്രം ഹെർ നെസ്റ്റ് ഇൻ ദ ഓക്ക് ട്രീ ദ നൈറ്റിംഗേൾ heard him and she looked out through the leaves and wondered. അല്ലേ, പക്ഷെ ഈ കരച്ചിൽ ആര് കേൾക്കുന്നുണ്ടായിരുന്നു? ഒരു ഓക്ക് ട്രീയുടെ മുകളിൽ കൂടുകൂട്ടി താമസിക്കുന്ന നൈറ്റിംഗേൾ ഇത് കേൾക്കുന്നുണ്ടായിരുന്നു. ആ നൈറ്റിംഗേൾ ഷീ എന്ന് പറയുമ്പോൾ ഇവിടെ ആ പക്ഷിയാണ് കേട്ടോ. ഷീ ലുക്ക്ഡ് ഔട്ട് ത്രൂ ദ ലീവ്സ് ആൻഡ് വണ്ടേർഡ്. അവൾ ഇലകളുടെ ഇടയിലൂടെ നോക്കിയിട്ട് വളരെ അത്ഭുതപ്പെട്ടു പോവുകയാണ്, അതിശയപ്പെട്ടു പോവുകയാണ്. അല്ലേ, ഈ ഒരു യങ് സ്റ്റുഡൻറ് കടന്ന് കരയുന്നത് കണ്ടിട്ട് ആ ഓക്ക് മരത്തിന്റെ ഉള്ളിലൂടെ അവൾ ഇങ്ങനെ നോക്കിയിട്ട് അത്ഭുതപ്പെട്ടു പോവുകയാണ്. നോ റെഡ് റോസ് ഇൻ ഓൾ മൈ ഗാർഡൻ. എൻ്റെ ഗാർഡനിൽ ഒരു റെഡ് റോസ് പോലും ഇല്ല. അവൻ ഉറക്കെ വീണ്ടും കരയുകയാണ്. ആൻഡ് ഹിസ് ബ്യൂട്ടിഫുൾ ഐസ് ഫില്ലഡ് വിത്ത് ടീയേഴ്സ്. അവൻ്റെ മനോഹരമായിട്ടുള്ള കണ്ണുകൾ എന്തുകൊണ്ട് നിറഞ്ഞു? കണ്ണുനീർ കൊണ്ട് നിറഞ്ഞു. വാട്ട് ലിറ്റിൽ തിങ്സ് ഡസ് ഹാപ്പിനെസ് ഡിപ്പെൻഡ്. എത്ര ചെറിയ കാര്യങ്ങളിലാണ് സന്തോഷം നിൽക്കുന്നത്. ഒരുപാട് കാര്യങ്ങൾ വലിയ ഈ ലോകത്തുണ്ട്, പക്ഷെ എത്ര നിസ്സാരമായ കാര്യങ്ങളിലാണ് ഒരു മനുഷ്യന്റെ സന്തോഷം കിടക്കുന്നത്. ഐ ഹാവ് റീഡ് ഓൾ ദാറ്റ് ദ വൈസ് മാൻ ഐ ഹാവ് റിട്ടൺ. അല്ലേ, ഒരുപാട് വലിയ കാര്യങ്ങൾ എഴുതിയിട്ടുള്ള ഒരുപാട് വലിയ റൈറ്റേഴ്സിന്റെ എല്ലാ കാര്യങ്ങളും ഞാൻ പഠിച്ചിട്ടുണ്ട്. ആൻഡ് ഓൾ ദിസ് സീക്രട്ട് ഓഫ് ഫിലോസഫി ആർ മൈൻ. എല്ലാ തത്വശാസ്ത്രത്തിന്റെയും സീക്രട്ടുകൾ എനിക്കറിയാം. യെറ്റ് ഫോർ വാട്ട് ഫോർ എ റെഡ് റോസ് ഈസ് മൈ ലൈഫ് മെയ്ഡ് റെച്ച്ഡ്. എന്നിട്ടും എത്ര ഡേർട്ടി ആയിട്ടുള്ള, എത്ര നിസ്സാരമായിട്ടുള്ള ഒരു കാര്യത്തെ, ഒരു റെഡ് റോസിലാണ് എൻ്റെ ലൈഫ് നിൽക്കുന്നത്. അല്ലേ, എന്താണ് ഒരുപാട് ഫിലോസഫികൾ എനിക്കറിയാം, വലിയ റൈറ്റേഴ്സിൻ്റെ ഒരുപാട് കാര്യങ്ങൾ അവർ എഴുതിയത് എനിക്കറിയാം, എല്ലാ കാര്യങ്ങളും എനിക്കറിയാം. പക്ഷേ നിസ്സാരമായിട്ടുള്ള, അല്ലേ, റെച്ചഡ് മീൻസ് ഡേറ്റി, അല്ലെങ്കിൽ എത്ര നിസ്സാരമായിട്ടുള്ള ഒരു കാര്യത്തിലാണ് എൻ്റെ ഈ ലൈഫ് നിൽക്കുന്നത്. എത്ര നിസ്സാരമായ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് എൻ്റെ സന്തോഷം നിൽക്കുന്നത് എന്ന് പറഞ്ഞിട്ടാണ് ആ ബോയ് ക്രൈ ചെയ്യുന്നത്. Here at last is a true lover, said the nightingale. Yes, ഇവിടെ നോക്കൂ, ഇതാ ഇവിടെ ഒരു യഥാർത്ഥ ലവർ, അല്ലെ, ഒരു യഥാർത്ഥ കാമുകൻ ഇവിടെ ഉണ്ട് എന്ന് നൈറ്റിംഗേൾ പറയുകയാണ്. Night after night have I sang of him though I know him not. അല്ലെ, ഓരോ രാത്രികളും കഴിയുമ്പോൾ ഞാൻ അവന് വേണ്ടി പാട്ട് പാടിയിരുന്നു. പക്ഷേ അവനെ കുറിച്ചുള്ള പാട്ടുകൾ ഞാൻ ഓരോ രാത്രിയിലും പാടിയിരുന്നു. പക്ഷെ അവനെ എനിക്ക് അറിയില്ലായിരുന്നു. എന്നിട്ട് പോലും ഞാൻ അവനെ കുറിച്ച് പാടിയിരുന്നു. നൈറ്റ് ആഫ്റ്റർ നൈറ്റ് ഹാവ് ഐ ടോൾഡ് ഹിസ് സ്റ്റോറി ടു ദ സ്റ്റാർസ്. ഓരോ രാത്രികളും ഞാൻ അവനെ കുറിച്ചുള്ള കഥകൾ നക്ഷത്രങ്ങളോട് പറയാറുണ്ടായിരുന്നു. ആൻഡ് നൗ ഐ സീ ഹിം. പക്ഷെ ഇപ്പോഴാണ് ഞാൻ അവനെ കണ്ടത്. ഓക്കെ, his hair is dark as the hyacinth blossom. അല്ലെ, എന്താണ് ഈ ഹൈസിനസ് എന്ന് പറഞ്ഞാല്? ഹൈസിനസ് എന്ന് പറഞ്ഞാല് ഒരു പൂവാണ്, അല്ലേ, ഒരു ഹൈസിനസ് ബ്ലോസ് എന്ന് പറയുന്ന ഒരു പൂവാണ്. അതിൻ്റെ പൂവിൻ്റെ പോലെ, ആ പുഷ്പത്തെ പോലെ ഡാർക്കാണ് അവൻ്റെ ഹെയർ. ആൻഡ് ഹിസ് ലിപ്സ് ആർ റെഡ് ആസ് എ റോസ് ഓഫ് ഹിസ് ഡിസയർ. അവൻ ഒരുപാട് ആഗ്രഹിക്കുന്ന റോസാപ്പൂവിനേക്കാൾ ചുവപ്പാണ്, റോസാപ്പൂവിനേക്കാൾ എന്നല്ല, റോസാപ്പൂവിനെ പോലെ ചുവപ്പാണ് അവൻ്റെ ലിപ്സ് എന്ന് പറയുന്നത്, അവൻ്റെ ചുണ്ടുകൾ എന്ന് പറയുന്നത്. ബട്ട് പാഷൻ ഹാസ് മെയ്ഡ് ഹിസ് ഫേസ് ലൈക്ക് പെയിൽ ആൻഡ് ഐവറി. പാഷൻ മീൻസ് ഇവിടെ ആഗ്രഹം എന്നൊക്കെ പറയാം കേട്ടോ. അവൻ്റെ ഇഷ്ടം, ആഗ്രഹവും അവൻ്റെ മുഖം എങ്ങനെ ആക്കിയിരിക്കുന്നു? ലൈക്ക് ഐവറി ആൻഡ് പെയിൽ ഐവറി മീൻസ് എന്താണ്? വിളറിയിരിക്കുന്നു, അല്ലേ, ഒരു വിളറിയ മുഖം പോലെ, അല്ലേ, വിളറിയ ഒരു ഗ്രേ കളർ പോലെയൊക്കെയുള്ള ഒരു ക്രീമി കളർ പോലെയൊക്കെയുള്ള ഒരു വിളറിയ മുഖമാക്കി മാറ്റിയിരിക്കുന്നു. ആൻഡ് സോറോ ഹാസ് സെറ്റ് ഹെർ സീൽ അപ്പോൺ ഹിസ് ബ്രോ. അവൻ്റെ പിരികങ്ങൾക്ക് മുകളിൽ സീൽ ചെയ്തിരിക്കുന്നു അവൻ്റെ ദുഃഖം എന്നാണ് പറയുന്നത്, അല്ലേ. അവൻ്റെ ദുഃഖം അവൻ്റെ പിരികങ്ങൾക്ക് മുകളിലൂടെ നമുക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, ദ പ്രിൻസ് ഗീവ്സ് എ ബോൾ ടുമാറോ നൈറ്റ്. ബോൾ എന്ന് പറഞ്ഞ പാർട്ടിയാണ് കേട്ടോ.
ഇവിടെ ഒരു പാർട്ടിയാണ്. ബോൾ എന്ന് പറഞ്ഞാൽ പാർട്ടിയാണ് കേട്ടോ. ഡാൻസ് പാർട്ടി ഇല്ലേ, അതിനാണ് ബോൾ എന്ന് പറയുന്നത്. ദ പ്രിൻസ് ഗീവ്സ് എ ബോൾ ടുമാറോ നൈറ്റ്. ടുമാറോ നൈറ്റില്, നാളെ രാത്രി പ്രിൻസ് രാജകുമാരൻ ഒരു ഡാൻസ് പാർട്ടി വെച്ചിട്ടുണ്ട്. മർമേഡ് ദ യങ് സ്റ്റുഡന്റ്. അവനിങ്ങനെ പെറുപെറുത്തുകൊണ്ട് പറയുകയാണ്. ആൻഡ് മൈ ലവ് വിൽ ബി ഓഫ് ദ കമ്പനി. മൈ ലവ് എന്ന് പറഞ്ഞാൽ ഇവിടെ ആ ഒരു വ്യക്തിയാണ്, ആ പെൺകുട്ടിയാണ് കേട്ടോ. ആ നമ്മുടെ യങ് സ്റ്റുഡന്റ് ഇഷ്ടപ്പെടുന്ന അവന്റെ പെൺകുട്ടിയാണ് ഇവിടെ മൈ ലവ്, എൻ്റെ സ്നേഹം. ഐ മീൻ അവന്റെ കാമുകി അല്ലെങ്കിൽ ആ ഒരു വ്യക്തി, എൻ്റെ സ്നേഹിത അല്ലെങ്കിൽ എൻ്റെ പ്രിയതമ എന്നർത്ഥത്തിലാണ് കേട്ടോ. മൈ ലവ്, എൻ്റെ പ്രിയതമ വിൽ ബി ഓഫ് ദ കമ്പനി. അവിടെ ആ ഡാൻസ് പാർട്ടിയിൽ ഉണ്ടാവും. ഇഫ് ഐ ബ്രിങ് ഹർ എ റെഡ് റോസ് ഷി വിൽ ഡാൻസ് വിത്ത് മീ ടിൽ ഡോൺ. ഞാൻ അവൾക്ക് റെഡ് റോസാപ്പൂ കൊടുക്കുകയാണെങ്കിൽ പ്രഭാതം വരെ അവൾ എൻ്റെ കൂടെ ഡാൻസ് കളിക്കും. ബട്ട് ദർ ഇസ് നോ റെഡ് റോസ് ഇൻ മൈ ഗാർഡൻ. പക്ഷെ എൻ്റെ ഗാർഡനിൽ ഒരു റെഡ് റോസും ഇല്ല. സോ ഐ ഷാൽ സിറ്റ് ലോങ്ലി. സ്വാഭാവികമായിട്ടും ഞാൻ അവിടെ എന്ത് ചെയ്യും? ഞാൻ അവിടെ ഒറ്റപ്പെട്ടു പോകും, ഞാൻ അവിടെ തനിച്ചിരിക്കേണ്ടി വരും. ആൻഡ് ഷി വിൽ പാസ് മീ ബൈ. അവൾ എൻ്റെ അരികിലൂടെ കടന്നു പോവും. ഷി വിൽ ഹാവ് നോ ഹീഡ് ഓഫ് മീ ആൻഡ് മൈ ഹേർട്ട് വിൽ ബ്രേക്ക്. അവൾ എനിക്കൊരു പരിഗണനയും തരില്ല, അവൾ എന്നെ ശ്രദ്ധിക്കാതെ എൻ്റെ മുമ്പിലൂടെ കടന്നു പോവും. എൻ്റെ കയ്യിൽ റെഡ് റോസ് ആ പൂവില്ലാത്തത് കൊണ്ട് സ്വാഭാവികമായിട്ട് എന്താവും? എൻ്റെ ഹൃദയം പൊട്ടിപ്പോവും എന്നാണ് പറയുന്നത്. ഓക്കെ, ഹിയർ ഇൻഡീഡ് ഈസ് ദ ട്രൂ ലവർ. ഇവിടെ ഒരു യഥാർത്ഥ കാമുകൻ, ഇവിടെ ഒരു യഥാർത്ഥ ലവർ എന്നാണ് സർ ദ നൈറ്റിംഗേൾ വീണ്ടും പറയുന്നത്. വാട്ട് ഈസ് സിംഗ്. ഇതൊക്കെ കേട്ടിട്ട് നൈറ്റിംഗേളിന് ആ ഒരു സ്നേഹം കണ്ടിട്ടാണ് നൈറ്റിംഗേൾ പിന്നെയും പറയുന്നത്, ഓ എന്തൊരു ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹം, ഓ ഇവിടെ ഒരു യഥാർത്ഥ കാമുകൻ എന്നാണ് പറയുന്നത്. ആൻഡ് സെഡ് ദി നൈറ്റിംഗേൾ, വാട്ട് ഐ സിംഗ് ഓഫ് ഹി സഫേഴ്സ്. ഞാൻ അവന് വേണ്ടി പാട്ട് പാടുകയാണ്. ഹി സഫർ, ഞാൻ പാടുന്നത് അവൻ്റെ കഷ്ടപ്പാടുകളെ കുറിച്ചാണ്. വാട്ട് ഈസ് ജോയ് ടു മീ. ആ പാട്ട് ഒരു പക്ഷേ എനിക്ക് പാട്ട് പാടുമ്പോൾ എനിക്ക് സന്തോഷം കിട്ടുമെങ്കിലും ടു ഹിം പെയിൻ, അവനതെന്താണ്? ദുഃഖമാണ്, അവനത് സങ്കടമാണ് നൽകുന്നത് അല്ലെ. അവൻ്റെ സഫറിങ് ആണ് ഞാൻ പാടുന്നത്, പക്ഷെ അത് എനിക്ക് എൻ്റെ സന്തോഷം എന്താണോ അത് അവന് സങ്കടമാണ്. ദ മ്യൂസീഷ്യൻ വിൽ സിറ്റ് ഇൻ ദയർ ഗാലറി. നാളെ ഗാലറിയിൽ എന്ത് ചെയ്യാണ് സംഭവം? ഗാലറിയിൽ മ്യൂസീഷ്യൻസ് എല്ലാവരും, പാട്ടുകാരെല്ലാവരും നിറഞ്ഞു നിൽക്കും. ആൻഡ് സെഡ് ദ യങ് സ്റ്റുഡന്റ് പറയാണ്, യങ് സ്റ്റുഡന്റ് ആണ് കേട്ടോ. ദ മ്യൂസീഷ്യൻ വിൽ സിറ്റ് ഇൻ ദയർ ഗാലറി. ഗാലറിയിൽ, അവരുടെ ഗാലറിയിൽ മ്യൂസീഷ്യൻസ് ഇങ്ങനെ ഇരിക്കും. ആൻഡ് ദ പ്ലേ അപ്പോൺ ദിയർ സ്ട്രിങ്ഡ് ഇൻസ്ട്രുമെന്റ്. അവരുടെ എന്ത് ചെയ്യും? അവരുടെ സ്ട്രിങ്ഡ് ഇൻസ്ട്രുമെന്റ്സ് അല്ലേ, വയലിൻ, ഗിത്താർ പോലെയുള്ള അവരുടെ ഇൻസ്ട്രുമെന്റ്സിൽ അവരെന്ത് ചെയ്യും? പാട്ടുകൾ പാടും. ആൻഡ് മൈ ലവ് വിൽ ഡാൻസ് ടു ദ സൗണ്ട് ഓഫ് ദ ഹാർപ്പ് ആൻഡ് ദ വയലിൻ. ആ ഹാർപ്പ് പറഞ്ഞ മ്യൂസിക് ഇൻസ്ട്രുമെന്റ് ആട്ടോ. അതിൻ്റെ കൂടെയും വയലിൻ്റെയൊക്കെ കൂടെയുള്ള മ്യൂസിക് സൗണ്ടിൻ്റെ കൂടെ മൈ ലവ്, എൻ്റെ പ്രിയതമ എന്ത് ചെയ്യും? ഡാൻസ് കളിക്കും. ഹി ബറീഡ് ഹിസ് ഫേസ് ഇൻ ഹിസ് ഹാൻഡ് ആൻഡ് വെപ്റ്റ്. അവൻ എന്ത് ചെയ്യാണ്? അവൻ്റെ കൈകൾ ഇങ്ങനെ മറച്ചു വെച്ചുകൊണ്ട് അവൻ കരയുകയാണ് അല്ലെ. അവന് തേങ്ങി കരയുകയാണ്. Why is he weeping? Asked the little green lizard and he run past him with his tail in the air. അല്ലേ, അപ്പുറത്തെ സൈഡിലൂടെ വാലിങ്ങനെ പൊക്കി പിടിച്ചുകൊണ്ട് ഒരു പല്ലി ഇങ്ങനെ ഓടിപ്പോകുന്നുണ്ട്. ആ പല്ലി ചോദിക്കുന്നുണ്ട്, എന്തിനാ അവനിങ്ങനെ കരയുന്നതെന്ന് അല്ലേ. ഇവിടെ പ്രകൃതിയിലുള്ള ഓരോരുത്തരും സംസാരിക്കുകയാണ് കേട്ടോ. ഇവിടെ ഒരു ബോയ് നിന്ന് കരയുന്നുണ്ട്, പ്രകൃതിയിലുള്ള ആളുകൾ സംസാരിക്കുന്നുണ്ട്. ആ ഒരു ഫിക്ഷൻ പോലെയാണ് കേട്ടോ നമുക്കിത് പറയുന്നത്. കഥയിൽ ചോദ്യമില്ല എന്നാണല്ലോ അല്ലെ. അപ്പൊ ഇവിടെ പല്ലിയൊക്കെ സംസാരിക്കും കേട്ടോ. പല്ലി ഇങ്ങനെ അവന്റെ ടൈലൊക്കെ ഇങ്ങനെ പൊക്കിക്കൊണ്ട് എയറിലൂടെയൊക്കെ ഇങ്ങനെ ടൈലിങ്ങനെ പൊക്കിക്കൊണ്ട് പോകുമ്പോൾ ഇത് കാണാണ്. അപ്പൊ പല്ലി ചോദിക്കാണ്, എന്തിനാ അവനിങ്ങനെ കരയുന്നത്? വൈ ഇൻഡീഡ് വിസ്പേർഡ് ഡൈസി ടു ഹിസ് നൈബർ ഇൻ എ സോഫ്റ്റ് ലോ വോയിസ്. അല്ലെ, എന്തിനാ, ഇതിന്റെയൊക്കെ ആവശ്യം എന്താ? എന്തിനാണ് അവനിങ്ങനെ കരയുന്നത്? എന്തുകൊണ്ടാണ് അവനിങ്ങനെ കരയുന്നത് എന്ന് പല്ലി ചോദിച്ചു. അതുപോലെ തന്നെ തൊട്ടപ്പുറത്തൊരു ഡൈസി പൂ ഇങ്ങനെ വിരിഞ്ഞു നിൽക്കുന്നുണ്ട്. അതിങ്ങനെ പതുക്കെ മന്ത്രിച്ചുകൊണ്ട്, അതിന് തൊട്ടപ്പുറത്തുള്ള ഒരു പൂവായിരിക്കാം. ഓക്കെ, തൊട്ടപ്പുറത്തുള്ള ആളോട് പതുക്കെ ചെറിയ വോയിസിൽ ചോദിക്കുകയാണ്, എന്തുകൊണ്ടാണ് അവനിങ്ങനെ കരയുന്നതെന്ന്. The nightingale said that he was weeping for a red rose. നൈറ്റിംഗേൾ പറയുകയാണ്, അവൻ കരയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു റെഡ് റോസാപ്പൂവിന് വേണ്ടിയിട്ടാണ് അവനിങ്ങനെ കരയുന്നത്. ഫോർ എ റെഡ് റോസ്, ഒരു ചെറിയ റോസാപ്പൂവിന് വേണ്ടി
ഒരു റോസാപ്പൂവിന് വേണ്ടിയിട്ടോ. ദേ ക്രൈഡ്. അതിനു വേണ്ടിയിട്ടാണ് അവനിങ്ങനെ കരയുന്നത്. ഹൗ വെരി റെഡിക്കുലസ് അല്ലേ? എത്ര വിഡ്ഢിത്തം നിറഞ്ഞ, എന്തൊരു സില്ലി ആയിട്ടുള്ള കാര്യത്തിനാണ്, ഇത്രയും നിസ്സാരമായിട്ടുള്ള കാര്യത്തിനാണോ കരയുന്നത്? എ ലിറ്റിൽ ലിസാർഡ് ലോഫ്ഡ് ഔട്ട്റൈറ്റ്. അങ്ങനെ കളിയാക്കി പറഞ്ഞുകൊണ്ട് നമ്മുടെ പല്ലി അങ്ങോട്ട് പോയി. ഇത്ര നിസ്സാരമായിട്ടുള്ള റോസിന് കരയുന്ന ആളുടെ വർത്താനം പറയായിരിക്കും പല്ലിയില്ലേ? അപ്പൊ അത്രയും സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണോ എന്നൊക്കെ പറഞ്ഞിട്ട് പല്ലി വളരെ ഒരു നിസ്സാരമായി കളിയാക്കി ചിരിച്ചുകൊണ്ട് അങ്ങോട്ട് പോയി. ബട്ട് ദ നൈറ്റിംഗിൾ അണ്ടർസ്റ്റുഡ് ദ സീക്രട്ട് ഓഫ് ദ സ്റ്റുഡൻറ് സോറോ. പക്ഷെ നമ്മുടെ നൈറ്റിംഗിളിന് മാത്രം ആ ഒരു സ്റ്റുഡൻറ്റിൻ്റെ, ആ യങ് ലവറിൻ്റെ ആ വിഷമം, ആ ദുഃഖം മനസ്സിലാക്കാൻ സാധിച്ചു. ആൻഡ് ഷീ സാറ്റ് സൈലന്റ് ഇൻ ദ ഓക്ക് ട്രീ. ആ ഒരു ദുഃഖത്തിൻ്റെ ആ ഒരു വിഷമം കൊണ്ട് വളരെ സൈലന്റ് ആയിട്ട് നമ്മുടെ നൈറ്റിംഗിൾ ഓക്ക് ട്രീമേങ്ങനെ ഇരുന്നു. ആൻഡ് തോട്ട് അബൌട്ട് ദ മിസ്റ്ററി ഓഫ് ലവ്. എന്നിട്ട് ആ ദുരന്തം അല്ലെ, സ്നേഹത്തിൻ്റെ ആ ഒരു ദുഃഖം ആർത്തിട്ട് അല്ലെ, ആ ഒരു മിസ്റ്ററി ഓഫ് ദ ലവ് ഓർത്തിട്ടാണ് അവിടെ നിശബ്ദമായിട്ടിരുന്നു. ആ ദുഃഖം എന്തിൻ്റെ ദുഃഖമാണ് മക്കളെ? സ്നേഹത്തിൻ്റെ, യഥാർത്ഥ സ്നേഹത്തിൻ്റെ, ആയമേറിയ സ്നേഹത്തിൻ്റെ ആ ഒരു സങ്കടം, ആ ഒരു ദുഃഖം, ആ ഒരു ദുരന്തം ഓർത്തിട്ട് അവിടെ ഇങ്ങനെ നിരാശനായിട്ട് നമ്മുടെ നൈറ്റിംഗിൾ ഇങ്ങനെ ഇരുന്നു. Suddenly, പെട്ടെന്ന് she spread her brown wings for flight and soared into the air. പെട്ടെന്ന് അവൾ അവിടുന്ന് പറന്ന് അവളുടെ ബ്രൗൺ കളറിലുള്ള അവളുടെ ചിറകുകൾ പറന്നിങ്ങനെ പറത്തി ഉയർത്തി ആകാശത്തിലൂടെ പറന്ന് അവളിങ്ങനെ വേഗത്തിൽ ഇങ്ങനെ പറന്നു പോയി. ഓക്കെ. ഷി പാസ്ഡ് ത്രൂ ദ ഗ്രോവ് ലൈക്ക് എ ഷാഡോ. അവളെ ആ പുൽത്തകിടിയുടെ മുകളിലൂടെ ഒരു നിഴല് പോലെ അവൾക്ക് ഇങ്ങനെ പറന്നുയർന്നു. ആ ലൈക്ക് എ ഷാഡോ ഷീ സെയിൽഡ് അക്രോസ് ദ ഗാർഡൻ. അവൾ ഷാഡോ ആയിട്ട് ആ ഗ്രോവ്, പച്ച പുൽത്തകിടിയുടെ മുകളിലൂടെയും പൂന്തോട്ടങ്ങളുടെ മുകളിലൂടെയൊക്കെ അവൾ ഇങ്ങനെ എന്ത് ചെയ്തു? ഒരു നിഴല് പോലെ ഇങ്ങനെ പറന്നിങ്ങനെ ഉയർന്നു പോയി. In the center of the grass plot was a beautiful rose tree. ആ ഗ്രാസ് പ്ലോട്ടിന്റെ, ആ പച്ചപ്പുൽത്തകിടി നിറഞ്ഞിട്ടുള്ള അതിന്റെ സെന്ററിൽ എന്ത് കണ്ടു? വളരെ മനോഹരമായിട്ടുള്ള ഒരു റോസാ ചെടി കണ്ടു. ആൻഡ് വെൻ ഷി സോ ഇറ്റ് ഷി ഫ്ലൂ ഓവർ ടു ഇറ്റ് അല്ലേ? അത് കണ്ട ഉടനെ അവൾ അങ്ങോട്ട് പറന്ന് ഇറങ്ങി. ഗിവ് മി എ റെഡ് റോസ് ഷി ക്രൈഡ്. ഷി ക്രൈഡ് പറഞ്ഞാൽ ഇവിടെ ക്രൈക്ക് കരയുക എന്നൊരർത്ഥമല്ല കേട്ടോ, ഉറക്കെ ചോദിക്കുക അല്ലെ. എനിക്ക് റോസാപ്പൂ തരുമോ എന്ന് അവൾ ഉറക്കെ ചോദിച്ചു. ആൻഡ് ഐ വിൽ സിങ് യു മൈ സ്വീറ്റസ്റ്റ് സോങ് അല്ലെ. എനിക്ക് റോസാപ്പൂ തരികയാണെങ്കിൽ എന്താണ് സംഭവിക്കുക? ഞാൻ എൻ്റെ ഏറ്റവും മനോഹരമായിട്ടുള്ള പാട്ട് നിനക്ക് വേണ്ടിയിട്ട് പാടിത്തരും. ബട്ട് ദ ട്രീ ഷോക്ക് ഇറ്റ്സ് ഹെഡ്. പക്ഷെ മരം എന്ത് ചെയ്തു? പതുക്കെ അതിൻ്റെ തലയൊന്നിങ്ങനെ ഒരു നിഷേധാർത്ഥത്തിൽ ഇല്ലേ, ഇങ്ങനെ ഒരു ആട്ടലുണ്ടല്ലോ, ഇങ്ങനെ ഒരു ആട്ടലുണ്ടല്ലോ അല്ലെ. നമ്മളെന്തെങ്കിലും തെരുവയ്ക്കുമ്പോൾ നമ്മളെന്താ പറയുക? ഇങ്ങനെ ആട്ടില്ല. അങ്ങനെ ഒരു നിഷേധാർത്ഥത്തിൽ അവൻ്റെ തല ഇങ്ങനെ ജസ്റ്റ് ഒന്നിങ്ങനെ ഇളക്കി ആ മരം, ആ റോസാപ്പൂ ചെടി. മൈ റോസസ് ആർ വൈറ്റ്. എൻ്റെ റോസകളൊക്കെ എന്താണ്? വെള്ള നിറത്തിലുള്ളതാണ്. ഇറ്റ് ആൻസേർഡ്. അത് മറുപടി പറഞ്ഞു. ബട്ട് ഗോ ടു മൈ ബ്രദർ ഹു ഗ്രോസ് റൗണ്ട് ദ ഓൾഡ് സൺഡൈൽ അല്ലേ. ഓൾഡ് സൺഡേ എന്ന് പറഞ്ഞാൽ എന്താ? പഴയ ആ സൂര്യഘടികാരത്തിന് താഴത്ത് അല്ലേ. സൺഡേ മീൻസ് സൂര്യഘടികാരം എന്നൊക്കെ പറയാം കേട്ടോ. അതിൻ്റെ താഴെ വളരുന്ന എൻ്റെ ബ്രദറിൻ്റെ അടുത്തോട്ട് പോകൂ. ആൻഡ് പെർഹാപ്സ് ഹി വിൽ ഗിവ് യു വാട്ട് യു വാണ്ട്. ഒരു പക്ഷെ അവന് തരാൻ കഴിയും നിങ്ങൾക്ക് എന്താണോ വേണ്ടത്, ഒരു പക്ഷെ അവനത് തരാൻ കഴിയും. സോ the nightingale flew over the rose tree that was growing under the old sundial. പഴയ ആ സൂര്യഘടികാരത്തിന് താഴെ വളരുന്ന അതിന്റെ ബ്രദറിന്റെ അടുത്തേട്ട് വളരെ വേഗത്തിൽ നമ്മുടെ നൈറ്റിംഗിൾ പറന്നു ചെന്നു. Give me a red rose she cried. അവൾ ഇങ്ങനെ വന്നിട്ട് ഉറക്കെ ചോദിച്ചു, എനിക്കൊരു റെഡ് റോസ് തരുമോ? ആൻഡ് ഐ വിൽ സിങ് യു മൈ സ്വീറ്റസ്റ്റ് സോങ്. ഞാൻ നിനക്ക് വേണ്ടി ഏറ്റവും മനോഹരമായിട്ടുള്ള പാട്ട് പാടിത്തരും. ബട്ട് ദ ട്രീ ഷോക്ക് ഇറ്റ്സ് ഹെഡ്. പക്ഷെ ആ ഒരു ചെടിയും എന്ത് ചെയ്തു? അതിൻ്റെ തല ഇങ്ങനെ നിഷേധാർത്ഥത്തിൽ ഇങ്ങനെ ആട്ടി. മൈ റോസസ് ആർ യെല്ലോ. എൻ്റെ പൂക്കളെല്ലാം, എൻ്റെ റോസാപ്പൂ എങ്ങനെയാണ്? മഞ്ഞ നിറത്തിലുള്ളതാണ്. ഇറ്റ് ആൻസേർഡ്. അത് മറുപടി പറഞ്ഞു. ആസ് യെല്ലോ ആസ് എ ഹെയർ ഓഫ് ദ മെർമൈഡ് അല്ലേ. മത്സ്യകന്യകയുടെ മുടി പോലെ മഞ്ഞ നിറത്തിലുള്ളതാണ് എൻ്റെ റോസാപ്പൂ. ബട്ട് ഗോ ടു മൈ ബ്രദർ ഹു ഗ്രോസ് ബിനീത്ത് ദ സ്റ്റുഡൻസ് വിൻഡോ അല്ലേ. നമ്മുടെ സ്റ്റുഡൻ്റ് ഉണ്ടല്ലോ അല്ലേ, നമ്മളിങ്ങനെ കരഞ്ഞു
നിലവിളിച്ച നമ്മുടെ യങ് സ്റ്റുഡൻ്റ് ഉണ്ടല്ലോ, അവൻ്റെ ജനലിൻ്റെ താഴെ ഒരു റോസാപ്പൂ ചെടി ഉണ്ട്. എൻ്റെ ബ്രദർ അവിടെ വളരുന്നുണ്ട്. ബ്രദർ എന്ന് പറഞ്ഞാൽ അവിടെ ഒരു റോസാപ്പൂ ചെടി ഉണ്ട് അല്ലേ. അപ്പം എൻ്റെ ബ്രദർ ആ സ്റ്റുഡൻറ്റിൻ്റെ വിൻഡോ, അവൻ്റെ ജനലിൻ്റെ താഴെ, മീൻസ് ഇവിടെ ജനലാണെങ്കിൽ താഴെ മിറ്റം ഉണ്ടാവുമല്ലോ അല്ലേ, അതിൻ്റെ താഴത്തെ റോസാപ്പൂ ചെടി ഉണ്ട്, അതെൻ്റെ ബ്രദറാണ്. അവിടെ ചെന്ന് ചോദിച്ചാൽ മതി. പെർഹാപ്സ് ഹി വിൽ ഗീവ് യു വാട്ട് യു വാണ്ട്. ഒരു പക്ഷേ അവന് നിനക്ക് വേണ്ട എന്താണോ അത് അവന് നിനക്ക് തരാൻ സാധിക്കും. So the nightingale flew over to the rose tree that was growing beneath the student's window. Nightingale അവിടെ നിന്ന് ഉയർന്ന് പറന്ന് എവിടെ എത്തി? ആ റോസ് ട്രീയുടെ അടുത്തെത്തി. അതെവിടെയാ വളരുന്നത്? നമ്മുടെ സ്റ്റുഡൻറ്റിന്റെ വിൻഡോയുടെ ബിനീത്ത് മീൻസ് എന്താണ്? താഴെ. ഗ്രോയിങ് മീൻസ് വളരുക. ഓക്കെ, സ്റ്റുഡൻസിന്റെ വിൻഡോയുടെ താഴെ വളരുന്ന റോസാപ്പൂ ചെടിയുടെ അടുത്തേക്ക് വന്നു. ഗീവ് മി എ റെഡ് റോസ് ഷീ ക്രൈഡ്. എന്നിട്ട് അവൾ ഉറക്കെ ചോദിച്ചു, എനിക്കൊരു റെഡ് റോസാപ്പൂ തരുമോ? ആൻഡ് ഐ വിൽ സിംഗ് യു മൈ സ്വീറ്റസ്റ്റ് സോങ്. ഞാൻ എൻ്റെ ഏറ്റവും മനോഹരമായിട്ടുള്ള പാട്ട് നിനക്ക് വേണ്ടിയിട്ട് പാടിത്തരും. ബട്ട് ദ ട്രീ ഷൂക്ക് ഇറ്റ്സ് ഹെഡ്. പക്ഷേ ആ ചെടിയും എന്ത് ചെയ്തു? അതിൻ്റെ ഹെഡ് ഇങ്ങനെ ഇളക്കി. മൈ റോസസ് ആർ റെഡ്. എൻ്റെ റോസാപ്പൂ എന്താണ്? ചുവന്നതാണ്. It answered, as red as the feet of the dove. അല്ലേ, ഡവ് എന്ന് പറഞ്ഞാൽ എന്താ? പ്രാവിന്റെ കാൽപാദങ്ങളെ പോലെ എന്താണ്? പ്രാവിന്റെ കാൽപാദങ്ങളെ പോലെ ചുമന്നതാണ് എൻ്റെ റോസാപ്പൂ. ആൻഡ് റെഡർ ദാൻ ദ ഗ്രേറ്റ് ഫാൻസ് ഓഫ് ദ കോറൽ ദാറ്റ് വേവ് ആൻഡ് വേവ് ദ ഓഷ്യൻ ഗാവൻ. എന്താണ് പറഞ്ഞത്? കടലിന്റെ അടിത്തട്ടിൽ, സമുദ്രത്തിന്റെ അടിത്തട്ടിലുള്ള പവിയ പുറ്റുകളെക്കാൾ എന്താണ്? ചുമന്നതാണ് എൻ്റെ റോസാപ്പൂ. ആൻഡ് ബഡ് ദ വിന്റർ ഹാസ് ചിൽഡ് മൈ വൈൻസ്. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. എന്താണ്? വിന്റർ കാലം അല്ലേ, വിന്റർ തണുപ്പ് കാലം എന്ത് സംഭവിച്ചു? എൻ്റെ ഞരമ്പുകളെ എന്താക്കി? മരവിപ്പിച്ചു. ആൻഡ് ദ ഫ്രോസ്റ്റ് ഹാസ് നിപ്ഡ് മൈ ബഡ്സ്. എന്താണ്? എൻ്റെ ബഡ്സ്, എൻ്റെ മൊട്ടുകളെ മരവിപ്പിച്ചു. എൻ്റെ ഫ്രോസ്റ്റ് ഇങ്ങനെ ഐസ് കട്ടാക്കി ഫ്രോസ്റ്റ് ആക്കി മാറ്റി. എൻ്റെ ബഡ്സ്, എൻ്റെ മൊട്ടുകളെയൊക്കെ എന്ത് ചെയ്തു? മരവിപ്പിച്ചു. ആൻഡ് ദ സ്റ്റോം ഹാസ് ബ്രോക്കൺ മൈ ബ്രാഞ്ചസ്. കാറ്റ് എന്ത് ചെയ്തു? എൻ്റെ ബ്രാഞ്ചുകളെ, എൻ്റെ ചില്ലകളെയൊക്കെ എന്ത് ചെയ്തു? നശിപ്പിച്ചു. ആൻഡ് ഐ ഷാൾ ഹാവ് നോ റോസ് അറ്റ് ഓൾ ദിസ് ഇയർ. അതുകൊണ്ടൊക്കെ തന്നെ ഞാൻ ചുമന്ന റോസാപ്പൂ, എൻ്റെത് ചുമന്ന റോസാപ്പൂ ആണെങ്കിലും ഈ വർഷം അതുകൊണ്ട് എനിക്ക് ചുമന്ന റോസാപ്പൂ ഉണ്ടായിട്ടില്ല. One red rose is all I want, cried the nightingale. Only one red rose. എനിക്ക് വേണ്ടത്, എനിക്ക് എന്താണ് വേണ്ടത്? വെറും ഒരു റെഡ് റോസ് ആണ്. Is there no way by which I can get it? ഒരു റെഡ് റോസ് ആണ് എനിക്ക് വേണ്ടത്, വെറും ഒരു റെഡ് റോസ്. അത് കിട്ടാൻ എനിക്ക് എന്തെങ്കിലും മാർഗമുണ്ടോ? There is any way. എന്തെങ്കിലും ഒരു മാർഗമുണ്ടോ എനിക്കത് കിട്ടാൻ എന്ന് നൈറ്റിംഗേൽ ചോദിച്ചു. There is a way. ഒരു മാർഗമുണ്ട്, ഒരു വഴിയുണ്ട്. answered the tree. ആ ട്രീ മറുപടി പറഞ്ഞു. ബട്ട് ഇറ്റ് ഈസ് സോ ടെറിബിൾ ദാറ്റ് ഐ ഡെയർ നോട്ട് ടെൽ ഇറ്റ് ടു യു. പക്ഷെ അത് വളരെ ഭയാനകരമായിട്ടുള്ള ഒരു മാർഗമാണ്. എനിക്ക് താങ്കളോടത് പറയാൻ എനിക്ക് നിന്നോടത് പറയാൻ എനിക്ക് എന്താണ്? ഒരു ബുദ്ധിമുട്ടുണ്ട്. കാരണം അത് വളരെ ഭയാനകരമായിട്ടുള്ള കാര്യമാണ്. എനിക്ക് നിന്നോടത് പറയാൻ ധൈര്യമില്ല എന്നാണ് പറഞ്ഞത്. ടെൽ ഇറ്റ് ടു മീ said the nightingale, I am not afraid. എന്നോട് പറഞ്ഞോളൂ, എനിക്ക് ഭയമില്ല എന്ന് നൈറ്റിംഗേൽ പറഞ്ഞു. If you want a red rose, said the tree, നിനക്ക് റെഡ് റോസ് വേണമെന്നുണ്ടെങ്കിൽ you must build it out of music by moonlight and stain it with your own heart's blood. അല്ലേ, നീ എന്ത് ചെയ്യണം? മൂൺലൈറ്റ് അല്ലേ, രാത്രിയുടെ മൂൺലൈറ്റില് നീ നിന്റെ പാട്ട് കൊണ്ട് അത് ഉണ്ടാക്കണം. മാത്രമല്ല ആൻഡ് സ്റ്റെയിൻ ഇറ്റ് വിത്ത് യുവർ ഓൺ ഹേർട്സ് ബ്ലഡ്. നീ എങ്ങനെ നിറം നൽകണം? സ്റ്റെയിൻ, നിറം നൽകുക. വിത്ത് യുവർ ഓൺ ഹേർട്സ് ബ്ലഡ് അല്ലേ, നിന്റെ ഹാർട്ടിന്റെ, നിന്റെ ഹൃദയത്തിന്റെ ബ്ലഡ് കൊണ്ട് നീ അത് നിറം നൽകി ചുവപ്പിക്കണം. നിന്റെ പാട്ട് കൊണ്ടും നിന്റെ ഹൃദയത്തിൽ നിന്നും വരുന്ന ബ്ലഡ് കൊണ്ടും നീ അത് ചുവപ്പ് നിറം നൽകി ഉണ്ടാക്കിയെടുക്കണം റോസാപ്പൂ എന്നാണ് പറഞ്ഞത്. You must sing to me with your breast against the tone. നീ എനിക്ക് വേണ്ടിയിട്ട് നീ പാട്ട് പാടണം. എങ്ങനെ? എൻ്റെ തോൺ, എൻ്റെ മുള്ളുകൾക്ക് മുകളിൽ നിന്റെ ചെസ്റ്റ്, നിന്റെ നെഞ്ച്, എൻ്റെ മുള്ളുകൾക്ക് മുകളിൽ നീ അമർത്തി വെച്ചുകൊണ്ട് നീ എനിക്ക് വേണ്ടി പാട്ട് പാടണം. ഓൾ നൈറ്റ് ലോങ് യു മസ്റ്റ് സിങ് ടു മീ. ആ രാത്രി മുഴുവൻ നീ എനിക്ക് വേണ്ടിയിട്ട് നിന്റെ ചെസ്റ്റ് എൻ്റെ മുള്ളിന്മേൽ അമർത്തി വെച്ചുകൊണ്ട് ആ രാത്രി മുഴുവൻ നീ എനിക്ക് വേണ്ടി പാട്ട് പാടണം.
and the thorn must pierce your heart, and life blood must flow into my veins and become mine. അല്ലേ, ആ തോൺ, ആ മുള്ളുകൾ നിന്റെ ഹൃദയത്തിലോട്ട് തുളച്ച് കയറും. അതിൽ നിന്നും ലൈഫ് ബ്ലഡ്, നിന്റെ ജീവിതത്തിന്റെ അതിൽ നിന്നും ചോര, ബ്ലഡ് എന്തെയും പുറത്തോട്ട് വരും. ആൻഡ് ഫ്ലോ ഇൻ ടു മൈ വൈൻസ്, അതെന്റെ ഞരമ്പുകളിലൂടെ കയറും. ഞരമ്പുകൾ പറഞ്ഞാൽ എന്താ? ചെടിയുടെ ഇതുണ്ടല്ലോ, തണ്ട് അല്ലേ, മുള്ളിലൂടെ കയറിയിട്ട് തണ്ടുണ്ടല്ലോ, സ്റ്റെമ്മ്, ആ സ്റ്റെമ്മിനാണ് ഇവിടെ ഞരമ്പ് എന്ന് പറയുന്നത് കേട്ടോ. ചെടിയൊക്കെ ഒരു മനുഷ്യന്റെ രൂപത്തിലാണ് ഇവിടെ കാണുന്നത്, അതുകൊണ്ടാണ് ഞരമ്പ് എന്ന് പറയുന്നത്. അപ്പോൾ മുള്ളുകളിലൂടെ, നിന്റെ ചോര മുള്ളുകളിലൂടെ കയറി എൻ്റെ സ്റ്റെമ്മിലൂടെ, സ്റ്റെമ്മ് പറഞ്ഞാൽ ഞരമ്പുകളിലൂടെ കയറി അതിൻ്റെ എന്തായി മാറും? അതൊരു ചുമന്ന റോസാ, ബിക്കം മായി. അങ്ങനെ ഞാനെന്ന് പറയുന്ന ഒരു ചുമന്ന റോസാപ്പൂ ഉണ്ടാവും. ഭയങ്കര റിസ്ക് അല്ലേ മക്കളെ? നോക്കാം. ഡെത്ത് ഈസ് എ ഗ്രേറ്റ് പ്രൈസ് ടു പേ ഫോർ എ റെഡ് റോസ്. ഒരു റെഡ് റോസിന് വേണ്ടിയിട്ട് മരണത്തെ കൊടുക്കുക എന്ന് പറയുന്ന ഒരു വലിയ കാര്യം തന്നെയാണ് അല്ലേ? അത് മരണം എന്ന് പറയുന്ന ഒരു വലിയ വില തന്നെ ഒരു റെഡ് റോസിന് കൊടുക്കേണ്ടി വരുന്നത് എന്നാണ് ചോദിക്കുന്നത്. ഇത്രയും വലിയൊരു വില തന്നെ ഒരു റെഡ് റോസിന് കൊടുക്കണോ എന്നുള്ളൊരു ചോദ്യം അല്ലേ? ക്രൈഡ് ദി നൈറ്റിംഗിൾ. നൈറ്റിംഗിൾ ഉറക്കെ കരഞ്ഞുകൊണ്ട് ചോദിക്കാന്ന് അവിടെ ഒരു ഉറക്കെ ചോദിക്കുകയാണ്. ആൻഡ് ലൈഫ് ഈസ് എ വെരി ഡിയർ ടു ഓൾ. അല്ലേ, ജീവിതം എല്ലാവർക്കും പ്രിയപ്പെട്ടതാണ്. എല്ലാവരുടെയും ലൈഫ് എല്ലാവർക്കും പ്രിയപ്പെട്ടതാണ്. ആൻഡ് it is the pleasant to sit in the green wood and to watch the sun in the chariot the gold. അല്ലേ, എന്താണ്? ഗോൾഡ് രഥത്തിലേറി വരുന്ന സൂര്യനെ പച്ചമരത്തിന്റെ മുകളിൽ ഇങ്ങനെ ഇരുന്നു കൊണ്ട് കാണാൻ വളരെ രസമുള്ള കാഴ്ചയാണ് അല്ലേ, വളരെ മനോഹരമാണ് അല്ലേ. സിറ്റ് ഇൻ ദ ഗ്രീൻ വുഡ് പറഞ്ഞാൽ എന്താ? ആ പച്ചമരത്തിന്റെ ശാഖകളിൽ ഇരുന്നു കൊണ്ട് എന്ത് കാണാണ്? സൺ ഇൻ ചാരിയോട്ട് അല്ലേ, ദ ഗോൾഡ് ചാരിയോട്ടിൽ ഇങ്ങനെ കയറി വരുന്ന സൂര്യനെ കാണാൻ മനോഹരമാണ്. ആൻഡ് ദ മൂൺ ഇൻ ഹർ ചാരിയോട്ട് ഓഫ് ദ പേൾസ്. അല്ലേ, മുത്തിന്റെ ചാരിയോട്ടിൽ കയറി വരുന്ന മൂണിനെ കാണാനും എന്തുണ്ട്? വളരെ മനോഹരമാണ് എന്നാണ് പറയുന്നത്. Sweet is the scent of the hawthorn and the sweet and the bluebells that hide in the valley. അല്ലേ, ഹാത്തോൺ പൂക്കളുടെ മണം വളരെ മനോഹരമാണ്, വളരെ സ്വീറ്റ് ആണ്. ആൻഡ് സ്വീറ്റ് ദ ബ്ലൂബെൽ ദാറ്റ് ഹൈഡ് ഇൻ ദ വാലിയിലെ, ആ വാലിയിലെ, ആ മരങ്ങളുടെ ആ വാലിയിൽ, ആ ഒരു വാലിയിൽ ഒളിഞ്ഞിരിക്കുന്ന ബ്ലൂബെൽ പുഷ്പങ്ങളെ കാണാനും എന്താണ്? വളരെ മനോഹരമാണ്. ആൻഡ് ദ ഹെദർ ആൻഡ് ദ ഹീദർ ദാറ്റ് ബ്ലോസ് ഓൺ ദ ഹിൽ. ഹില്ലിൽ നിൽക്കുന്ന ഹീദർ എന്ന് പറയുന്ന പുഷ്പമുണ്ട്, അതിനെ കാണാനും എന്താണ്? അതും വളരെ മനോഹരമാണ്. യെറ്റ് ലവ് ഈസ് ബെറ്റർ ദാൻ ലൈഫ്. അല്ലേ, ലൈഫിനേക്കാൾ, നമ്മുടെ ജീവിതത്തെക്കാൾ മനോഹരമാണ് എന്ത്? സ്നേഹം എന്ന് പറയുന്നത്, ലവ് എന്ന് പറയുന്നത്. ആൻഡ് വാട്ട് ഇസ് ദ ഹാർട്ട് ഓഫ് ദ ബേർഡ് കമ്പയർഡ് ടു ദ ഹാർട്ട് ഓഫ് എ മാൻ. ഒരു മനുഷ്യന്റെ ഹൃദയത്തെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഒരു പക്ഷിയുടെ ഹൃദയം എന്താണ്? നിസ്സാരമാണ് എന്നാണ് പറയുന്നത്. ഒരു മനുഷ്യന്റെ സ്നേഹത്തെയും മനുഷ്യന്റെ ഹൃദയത്തെയും വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഒരു പക്ഷിയുടെ ജീവിതവും പക്ഷിയുടെ ഒരു ലൈഫും എന്ന് പറയുന്നത് നിസ്സാരമാണെന്നാണ് പറഞ്ഞു വരുന്നത്. ക്ലിയർ? So she spread her brown wings for flight and soared into the air. അല്ലേ, അവൾ എന്ത് ചെയ്തു? ഇതൊക്കെ കേട്ടുകൊണ്ട് അവൾ അവളുടെ ബ്രൗൺ വിങ്സ് പറന്നുകൊണ്ട് വീണ്ടും പറന്നുപോയി, ആ എയറിലൂടെ ഇങ്ങനെ പറന്നുപോയി. She swept over the garden like a shadow and like a shadow she sailed through the grove. അവൾ എങ്ങനെ തന്നെയാണ് ആ ഗാർഡന്റെ മുകളിലൂടെ, ആ കുറ്റിച്ചെടികളുടെ മുകളിലൂടെ എങ്ങനെ ഒരു ഷാഡോ പോലെ അവൾ ഇങ്ങനെ പറന്നുപോയി. The young student was still lying on the grass. ഇപ്പോഴും ആ ഒരു ആൺകുട്ടി എന്ത് ചെയ്യുന്നുണ്ട്? ആ ഒരു പുൽത്തകിടിയുടെ മുകളിൽ കിടക്കുക തന്നെയാണ്. ഇപ്പോഴും വല്ലാത്തൊരു സങ്കടം തന്നെയല്ലേ മക്കളെ? ഇപ്പോഴും അവിടെ കടന്ന് കരയുക തന്നെയാണ് കേട്ടോ. Where she had left him. ഓക്കെ, അവൾ അവിടുന്ന് പോയപ്പോൾ എവിടെയായിരുന്നു? അവിടെ തന്നെ ഇരുന്ന് കരയാണ് അവനിപ്പോഴും. ആൻഡ് ദ ടീയേഴ്സ് were not yet dry in his beautiful eyes. ഇപ്പൊ അവിടെ എന്തില്ല? അവന്റെ കണ്ണുനീരൊക്കെ ഡ്രൈ ആയിട്ടുണ്ട്. അവന്റെ ബ്യൂട്ടിഫുൾ ഐസുകളിൽ എന്ത് ചെയ്തിട്ടുണ്ട്? അവൻ ആകെ കരഞ്ഞ് അതിങ്ങനെ വറ്റി വരണ്ടിട്ടുണ്ട്. ഓക്കെ, ബി ഹാപ്പി, നീ സന്തോഷവാനായിരിക്കൂ. ക്രൈഡ് ദ നൈറ്റിംഗിൾ. നൈറ്റിംഗിൾ പറഞ്ഞു, ബി ഹാപ്പി, യു ഷാൾ ഹാവ് യുവർ റെഡ് റോസ്. ഐ വിൽ ബിൽഡ് ഇറ്റ് ഔട്ട് ഓഫ് മ്യൂസിക് ബൈ മൂൺ നൈറ്റ് ആൻഡ് സ്റ്റെയിൻ ഇറ്റ് ബൈ മൈ ഓൺ ഹേർട്ട്സ് ബ്ലഡ്. അല്ലേ, നീ സന്തോഷവാനായിരിക്കൂ, നിനക്ക് റെഡ് റോസാപ്പൂ ഞാൻ കൊണ്ടുതരും. ഐ വിൽ ബിൽഡ് ഇറ്റ് ഔട്ട് ഓഫ് മ്യൂസിക് ബൈ മൂൺ ലൈറ്റ്. അല്ലേ, മൂൺ ലൈറ്റിൽ പാട്ട് പാടിക്കൊണ്ട് ഞാനത് നൽകും. ആൻഡ് സ്റ്റെയിൻ ഇറ്റ് വിത്ത് മൈ ഓൺ ഹാർട്ട്സ് ബ്ലഡ്. അല്ലേ, എൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള ബ്ലഡ് കൊണ്ട് ഞാനത് നിർമ്മിച്ചെടുക്കും, അതിന് നിറം നൽകി
എടുക്കും. All that I asked if you in return is that you will be the true love. ഇതെല്ലാം ഞാൻ നിനക്ക് ചെയ്തു തരുമ്പോൾ എനിക്ക് വേണ്ടി നീ ഒന്ന് മാത്രം ചെയ്തു തന്നാൽ മതി. നീ ഒരു ട്രൂ ലവർ ആയിരിക്കണം. നീ ഒരു യഥാർത്ഥ ലവറായി, ഒരു യഥാർത്ഥ പ്രിയതമനായിരിക്കണം. നീ ഒരു യഥാർത്ഥ സ്നേഹിതനായിരുന്നാൽ മാത്രം മതി. നിന്റെ സ്നേഹം ആത്മാർത്ഥമുള്ളതായാൽ മാത്രം മതി. ഞാൻ നിനക്ക് എൻ്റെ ബ്ലഡ് കൊടുത്ത്, എൻ്റെ ജീവൻ കൊടുത്ത് നിനക്കൊരു റെഡ് റോസാപ്പൂ തരും. നീ ഇതിന് പകരം നീ എനിക്ക് തിരിച്ച് ഒന്ന് മാത്രം ചെയ്തു തന്നാൽ മതി. എന്താവണം? യു വിൽ ബി ദ ട്രൂ ലവർ. നീ ഒരു യഥാർത്ഥ ലവർ. നിന്റെ സ്നേഹം യഥാർത്ഥമായിരുന്നാൽ മാത്രം മതി എന്നാണ് പറഞ്ഞത്. ഓക്കെ. The student looked up from the grass. അവൻ എന്ത് ചെയ്തു? ആ ചെടിയിൽ നിന്ന് അവൻ ഇങ്ങനെ തല ഉയർത്തി നോക്കി. And listened. അവൻ ശ്രദ്ധിച്ചു. But he could not understand what the nightingale was saying to him. പക്ഷെ അവന് പക്ഷി എന്താണ് അവനോട് പറഞ്ഞത്? ഇപ്പം ഈ പറഞ്ഞ ഡയലോഗൊക്കെ ഉണ്ടല്ലോ പക്ഷി പറഞ്ഞ്, ഇതൊന്നും അവന് മനസ്സിലായില്ല. പക്ഷെ തല ഉയർത്തി നോക്കി. ഒരു പക്ഷി ഇവിടെ നിന്നിട്ട് ഇങ്ങനെ ചിലി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആരാരും തല ഉയർത്തി നോക്കുമല്ലോ അല്ലെ? അങ്ങനെ അവൻ തല ഉയർത്തി നോക്കി. ഈ പക്ഷി എന്തൊക്കെയോ പറയുന്നുണ്ട്, പക്ഷെ അവനത് മനസ്സിലാവുന്നില്ല. അവന് പക്ഷികളുടെ ഭാഷ ഒരു മനുഷ്യന് മനസ്സിലാവില്ലല്ലോ അല്ലെ? For he only knew the things that he had written down the books. കാരണം അവൻ അറിയാവുന്നത് ബുക്കുകളിൽ എഴുതിയത് മാത്രമായിരുന്നു അല്ലെ? മനുഷ്യർക്ക് വായിക്കാൻ കഴിയുന്നത് ബുക്കുകളിൽ എഴുതിയതും ബുക്കുകളിൽ എഴുതിയത് മാത്രമല്ലേ അറിയുള്ളൂ. അല്ലാതെ ഒരു പക്ഷി വന്ന് പറയുന്നത് മനസ്സിലാവില്ലല്ലോ അല്ലെ? അപ്പൊ ആ നൈറ്റിംഗിൾ വന്ന് പറഞ്ഞൊന്നും അവന് മനസ്സിലായില്ല. അവൻ ജസ്റ്റ് തല ഉയർത്തി നോക്കി. പക്ഷെ അവൻ അറിയാവുന്നത് പുസ്തകങ്ങൾ എഴുതി പിടിപ്പിച്ചത് മാത്രമായിരുന്നു. ബട്ട് ദ ഓക്ക് ട്രീ അണ്ടർസ്റ്റുഡ്. പക്ഷെ ഇത് ഒരാൾക്ക് മനസ്സിലായി. ആർക്ക്? മരത്തിന് ഇത് മനസ്സിലായി അല്ലെ? ഓക്ക് ട്രീക്ക് മനസ്സിലായി. ആൻഡ് ഫെൽറ്റ് സാഡ്. അതിന് വളരെയധികം വിഷമം വന്നു. ഫോർ ഹി വാസ് വെരി ഫോണ്ട് ഓഫ് ദ നൈറ്റിംഗിൾ ഹു ഹാഡ് ബിൽഡ് ഹെർ നെസ്റ്റ് ഇൻ ദ ബ്രാസസ്. കാരണം അവൻ്റെ മരങ്ങളിൽ അവൻ്റെ ബ്രാഞ്ചിൽ കൂടുകൂട്ടിയ ആ നൈറ്റിംഗിളിനെ അവന് ഒരുപാട് ഇഷ്ടമായിരുന്നു. അതുകൊണ്ടാണ് അവന് ഒരുപാട് സങ്കടമായത്. സിംഗ് മീ വൺ ലാസ്റ്റ് സോങ്. എനിക്ക് വേണ്ടി നീ ഒരു അവസാനമായി നീ ഒരു പാട്ട് പാടണം. ഹി വിസ്പേർഡ് അല്ലേ? മരം പതുക്കെ പറഞ്ഞു. ഐ ഷാൾ ഫീൽ വെൻ യു ആർ ഗോൺ. എനിക്ക് നീ പോയാലും നീ എന്നിൽ നിന്നും പോയാലും എനിക്ക് നിന്നെ ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് നീ എനിക്ക് വേണ്ടിയിട്ട് അവസാനമായി ഒരു പാട്ട് പാടണമെന്ന് മരം വിസ്പേർഡ് മന്ത്രിച്ചു. സോ ദ നൈറ്റിംഗിൾ സാങ് ടു ദ ഓക്ക് ട്രീ. നൈറ്റിംഗിൾ എന്ത് ചെയ്യാണ്? മരത്തിന് വേണ്ടിയിട്ട്, ആ ഓക്ക് ട്രീക്ക് വേണ്ടിയിട്ട് അവന് പാട്ട് പാടുകയാണ്. ആൻഡ് ഹിസ് വോയിസ് ആൻഡ് ഹെർ വോയിസ് വാസ് ലൈക്ക് എ വാട്ടർ ബബ്ലിംഗ് ഫ്രം ദ സിൽവർ ജാർ അല്ലേ? ഒരു വെള്ളി ജാറിലൂടെ വെള്ളം തുള്ളുമ്പോൾ ഉണ്ടാവുന്ന, വെള്ളി ജാറിൽ കിടന്നിട്ട് വെള്ളം തുള്ളുമ്പോൾ ഉണ്ടാവുന്ന ശബ്ദം പോലെയായിരുന്നു അവളുടെ ആ പാട്ട്, അവളുടെ ആ ശബ്ദം. വെൻ ഷീ ഹാഡ് ഫിനിഷ്ഡ് ഹെർ സോങ് the student got up and pulled a notebook and pencil അല്ലേ? അവളുടെ പാട്ട് പാടി അവസാനിച്ചപ്പോൾ നമ്മുടെ സ്റ്റുഡൻറ് എന്ത് ചെയ്തു? അവിടെ നിന്ന് എണീറ്റ് പോയിട്ട് അവനൊരു നോട്ട് ബുക്കും പെൻസിലും എടുത്തു. ആൻഡ് when the moon shone in the heavens അല്ലേ? മൂൺ എന്തായി? സ്വർഗത്തിൽ നിന്നും വളരെ പ്രകാശപൂരിതമായിട്ട് ചന്ദ്രൻ ഇറങ്ങി വന്നു അല്ലേ? മൂൺ എന്ത് ചെയ്യാണ്? അവിടെ ഇങ്ങനെ വെട്ടിത്തിളങ്ങി, ആ സ്വർഗത്തിൽ ഇങ്ങനെ വെട്ടിത്തിളങ്ങി, ഐ മീൻ രാത്രിയായി എന്നൊരർത്ഥം കേട്ടോ. ആൻഡ് ദ നൈറ്റിംഗിൾ ഫ്ലൂ ടു ദ റെഡ് റോസ് ട്രീ. നൈറ്റിംഗിൾ എന്ത് ചെയ്യാണ്? ആ റെഡ് റോസാപ്പൂവിൻ്റെ അടുത്തേക്ക് പാറിച്ചെന്നു. സെറ്റ് ഹെർ ബ്രസ്റ്റ് അഗെയിൻസ്റ്റ് തോൺ. എന്നിട്ട് അവളുടെ ബ്രസ്റ്റ്, അവളുടെ നെഞ്ഞ് ആ പൂവിനോട്, അവളുടെ മുള്ളിനോട് ചേർത്ത് വെച്ചു. ഓൾ നൈറ്റ് ലോങ് ഷീ സാങ്. ആ രാത്രി മുഴുവൻ അവൾ എന്ത് ചെയ്തു? പാട്ട് പാടി. വിത്ത് ഹെർ ബ്രസ്റ്റ് അഗെയിൻസ്റ്റ് തോൺ. അവളുടെ ആ മുള്ളിനോട് അവളുടെ നെഞ്ഞ്, അവളുടെ ബ്രസ്റ്റ് ഇങ്ങനെ ചാരി വെച്ചുകൊണ്ട് ആ രാത്രി മുഴുവൻ അവൾ പാട്ടുപാടി. ആൻഡ് ദ കോൾഡ് ക്രിസ്റ്റൽ മൂൺ ലീൻ ഡൗൺ ആൻഡ് ലിസൺഡ്. ആ ക്ലിയർ ആയിട്ടുള്ള ആ ഒരു ചന്ദ്രൻ അല്ലേ, ആ മൂൺ എന്ത് ചെയ്യാണ്? കുനിഞ്ഞു നിന്നുകൊണ്ട് ആ പാട്ട് കേട്ടു. കുനിഞ്ഞു നിന്ന് വന്ന് അവളുടെ പാട്ട് കേട്ട് ആസ്വദിച്ചു. ഓൾ നൈറ്റ് ലോങ് ഷീ സാങ്. ആ രാത്രി മുഴുവൻ എന്ത് ചെയ്തു? നൈറ്റിംഗിൾ പാട്ട് പാടിക്കൊണ്ടേയിരുന്നു. ആൻഡ് ദ തോൺ വെന്റ് ഡീപ്പർ ഇൻ ടു ഹെർ ബ്രസ്റ്റ് ആൻഡ് ഹെർ ലൈഫ് ബ്ലഡ് എംബ്ഡ് അവേ ഫ്രം ഹെർ അല്ലേ? വീണ്ടും ഡീപ്പായി കൊണ്ട് ആ മുള്ള അവളുടെ നെഞ്ഞിലോട്ട്, ആയത്തിലോട്ട് ഇങ്ങനെ കയറി ചെന്നു. അതുകൊണ്ട് തന്നെ ഹെർ ലൈഫ് ബ്ലഡ് എംബ്ഡ് അവേ ഫ്രം ഹെർ. എന്താണ്? അവളുടെ ബ്ലഡ് ഇങ്ങനെ, ലൈഫ് ബ്ലഡ് അവളിൽ നിന്നും ഒഴുകിക്കൊണ്ടേയിരുന്നു, അവളുടെ ശരീരത്തിൽ നിന്നും പുറത്തോട്ട് ഒഴുകി ഇങ്ങനെ വന്നുകൊണ്ടേയിരുന്നു. ഹോ ദ ടോപ്പ് മോസ്റ്റ് സ്പ്രേ ഓഫ് ദ റോസ് ട്രീ അല്ലേ? എ ബ്ലോസംഡ് മാർവലസ് പെറ്റൽ ഫോളോയിങ് പെറ്റൽ, ആ സോങ് ഫോളോഡ് സോങ്. എന്താണ്? ഓൺ ദ ടോപ്പ് മോസ്റ്റ് സ്പ്രേ ഓഫ് ദ റോസ് ട്രീ. ആ റോസ് ട്രീയുടെ ഏറ്റവും മുകളിലെ ഭാഗത്തായിട്ട് എന്ത് കാണാൻ സാധിച്ചു? എ ബ്ലോസംഡ് മാർവലസ് അല്ലേ? ഒരു മൊട്ടിങ്ങനെ
വിടർന്ന് വന്നു. വളരെ മനോഹരമായിട്ടുള്ളൊരു റോസാപ്പൂവിന്റെ മുട്ട് വന്നു അല്ലെ. പെറ്റൽസ് ഫോളോയിങ്. അതിനുശേഷം എന്ത് വന്നു? ഇതളുകൾ അതിന്റെ പിന്നാലെ ഇതളുകൾ വന്നു. ആ സോങ് ഫോളോഡ് ബൈ സോങ് അല്ലെ. ഒരു പാട്ട് പാടുന്നതിനനുസരിച്ച് ഇങ്ങനെ പെറ്റൽസ് ഇങ്ങനെ വീണ്ടും വീണ്ടും വന്നു. But the tree cried to the nightingale to press the claws against her. പക്ഷെ മരം, ആ ട്രീ എന്ത് ചെയ്യായിരുന്നു? ഉറക്കെ വീണ്ടും പറയുന്നുണ്ട് നൈറ്റിംഗിളിനോട്, എൻ്റെ തോണിൽ വന്നിട്ട് നന്നായിട്ട് പ്രസ് ചെയ്ത്, നിന്റെ ബ്രസ്റ്റ് എൻ്റെ മുള്ളിൽ വന്നിട്ട് ഒന്നും കൂടെ അമർത്തി വെക്ക്. പ്രസ് ക്ലോസർ, വീണ്ടും വീണ്ടും അമർത്തി ക്ലോസ് ചെയ്ത് വെക്ക്. ആൻഡ് ലിറ്റിൽ നൈറ്റിംഗിൾ ക്രൈഡ് ദ ട്രീ, ഓ ഡേ വിൽ കം ബിഫോർ ദ റോസ് ഫിനിഷ്ഡ്. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? ആ റോസാപ്പൂ ഫിനിഷ് ആവുന്നതിന് മുമ്പ് രാത്രി അവസാനിക്കും. അതുകൊണ്ട് നീ എന്ത് ചെയ്യേ? അമർത്തി വെച്ചിട്ട് വന്ന് പാട് എന്ന് പറയാണ്. സോ ദ നൈറ്റിംഗിൾ പ്രസ്ഡ് ക്ലോസർ എഗെയിൻസ്റ്റ് ദ തോൺ. സോ ഇത് കേട്ട നൈറ്റിംഗിൾ എന്ത് ചെയ്യാണ്? ആ മുള്ളിൽ ചെന്നിട്ട് അവന്റെ ബ്രസ്റ്റ് വീണ്ടും വീണ്ടും ക്ലോസ് ചെയ്തിട്ട് പിടിക്കുകയാണ്. ലൗഡർ ലൗഡർ ഗ്രോ ഹെർ സോങ്. അതിനനുസരിച്ച് ശബ്ദം കൂട്ടി ഉറക്കെ പാടുകയാണ്. മുള്ളിനോട് ചേർത്ത് അവളുടെ ബ്രസ്റ്റ് കൊണ്ടുപോയി വെക്കുകയാണ്. And a delicate flush of pink came into the leaves of the rose. അവിടെ നിന്ന് എന്ത് സംഭവിക്കുകയാണ്? അവളെ ഇലകൾക്ക് നേരെ ഒരു ഫ്ലഷ് പിങ്ക് കളർ വരികയാണ് അല്ലെ. അവളുടെ ആ ഒരു ലോലമായിട്ടുള്ള ആ ഒരു ഫ്ലഷ് പിങ്ക് നിറം എവിടേക്ക് സംഭവിക്കുകയാണ് മക്കളെ? ആ റോസാപ്പൂവിന്റെ ഇലകളിലോട്ട് വരെ ഒരു ചുമപ്പ് പിങ്ക് കളർ വന്ന് ചേരുകയാണ്. And the tree cried to the nightingale to press closer against the thorn. ആ മരം, ആ ട്രീ, ആ പ്ലാന്റ് വീണ്ടും ക്രൈ എന്ന് ഇവിടെ പറയുകയാണ്, ഉറക്കെ പറയുകയാണ്. നൈറ്റിംഗിളിനോട് വീണ്ടും വീണ്ടും പറയുകയാണ്, നീ വീണ്ടും വീണ്ടും ക്ലോസ് ആർക്ക്, ഒന്നും കൂടെ അടുപ്പിച്ച് ക്ലോസ് ചെയ്തിട്ട് വെക്ക്. എൻ്റെ മുള്ളിനോട് തോൺ മീൻസ് മുള്ളല്ലേ, എൻ്റെ മുള്ളിനോട് എഗെയിൻസ്റ്റ് ആയിട്ട് അടുപ്പിച്ച് ഒന്നും കൂടെ അമർത്തി വെക്ക്. പ്രസ് ക്ലോസർ, പ്രസ് ചെയ്യ്, ക്ലോസ് ആയിട്ട് പ്രസ് ചെയ്യ്. ലിറ്റിൽ നൈറ്റിംഗിൾ എന്ന് പറയുകയാണ്. ക്രൈ ദ ട്രീ ഓൺ ദ ഡേ വിൽ കം ബിഫോർ ദ റോസ് ഇസ് ഫിനിഷ്ഡ്. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? നിന്റെ റോസാപ്പൂ വിരിയുന്നതിന് മുമ്പ് പ്രഭാതമാവും അല്ലേ, നേരം വെളുക്കും അല്ലേ. അതിന് മുമ്പായിട്ട് ഇത് വിരിയണം. ഇത് കംപ്ലീറ്റ് വിരിയണമെങ്കിൽ നീ വീണ്ടും വീണ്ടും അമർത്തി വന്നിട്ട് പ്രസ് ചെയ്ത് പാട്ട് പാടാൻ വേണ്ടിയിട്ട് പറയുകയാണ്. ആ ഒരു പെയിനാണ് കേട്ടോ പറയുന്നത്. അത്രയും പെയിന് സഹിച്ചിട്ടാണ് ആ നൈറ്റിംഗിൾ ആ റോസാപ്പൂ ഉണ്ടാക്കുന്നത് കേട്ടോ. സോ ദ നൈറ്റിംഗിൾ പ്രസ്ഡ് ക്ലോസർ അഗെയിൻസ്റ്റ് ദ തോൺ. വീണ്ടും നൈറ്റിംഗിൾ ആ തോണിമേട്ട് ചെന്നിട്ട് അതിൻ്റെ ബ്രസ്റ്റ് കൊണ്ടുപോയിട്ട് വീണ്ടും പ്രസ് ചെയ്യുകയാണ്. ആൻഡ് ദ തോൺ ടച്ച്ഡ് ഹെർ ഹേർട്ട്. അവളുടെ ഹൃദയത്തിൽ വന്ന് തട്ടുകയാണ്. എന്ത്? ആ മുള്ള്. ആൻഡ് ദ ഫിയേഴ്സ് പാങ് ഓഫ് പെയിൻ ഷോട്ട് ത്രൂ ഹെർ അല്ലേ. അവളുടെ ഉള്ളിലൂടെ എന്ത് പോവാണ്? പെട്ടെന്നുണ്ടാവുന്ന അതിതീവ്രമായിട്ടുള്ള വേദന പോവാണ്. വീണ്ടും വീണ്ടും വെച്ച് അവളുടെ നെഞ്ചിലോട്ട് ആയത്തിൽ കുത്തി ഇറങ്ങുകയാണ് ആ മുള്ള് അല്ലേ. അത്രയും വീണ്ടും വീണ്ടും വെക്കുകയാണ്. അപ്പൊ അവൾ അതികഠിനമായിട്ടുള്ള ഒരു വേദന അനുഭവിക്കുകയാണ്. ബിറ്റർ വാസ് ദ പെയിൻ അല്ലേ. വേദനയുടെ അതികഠിനമായ കൈപ്പേറിയ വേദനയാണ് അവൾ അനുഭവിക്കുന്നത്. ദ വൈൽഡർ ഗ്രൂ ഹെർ സോങ്. അവളുടെ സോങ് എന്ത് ചെയ്യാണ്? വൈൽഡറായി കൊണ്ടിരിക്കുകയാണ്. ഫോർ ഷീ സാങ് ഓഫ് ദ ലൈഫ് ഓഫ് എ സോങ് ഓഫ് ദ ലവ് ദാറ്റ് ദ പെർഫെക്റ്റ് ബൈദർ. അവൾ എന്തിനെ കുറിച്ചാണ് പാടിയത്? പ്രണയത്തെ കുറിച്ചാണ് അല്ലേ. മരണം വരെ കൈവരിക്കാൻ തയ്യാറായിട്ടുള്ള അത്രയും പ്യുവറായിട്ടുള്ള പ്രണയത്തെ കുറിച്ചാണ് അവൾ പാടിയത്. ഓഫ് ദ ലവ് ദാറ്റ് ഡൈസ് നോട്ട് ഇൻ ദ ടോം അല്ലേ. ശവക്കല്ലറുകളിൽ പോലും അവസാനിക്കാത്ത പ്രണയത്തെക്കുറിച്ചുള്ള അല്ലെ, സ്നേഹത്തെക്കുറിച്ചാണ് അല്ലെ. അത്രയും അമൂല്യമായിട്ടുള്ള സ്നേഹത്തെക്കുറിച്ച്, മരണത്തെ വരെ കൈവരിക്കാൻ, സ്നേഹത്തിന് വേണ്ടി മരണത്തെ വരെ കൈവരിക്കാൻ തയ്യാറായിട്ടുള്ള ആ സ്നേഹത്തെക്കുറിച്ചാണ് അല്ലെ. ശവക്കല്ലകളിൽ പോലും തീരാത്ത, അതിലും അത്രയും ഇമ്മോർട്ടലായിട്ടുള്ള ആ പ്രണയത്തെക്കുറിച്ചും സ്നേഹത്തെക്കുറിച്ചുമാണ് അവൾ പാടിയത്. And the marvelous song rose become crime zone അല്ലേ. എന്താണ്? അതിഗംഭീരമായിട്ടുള്ള റോസാപ്പൂവായിട്ട് അത് വളർന്നു. ലൈക്ക് ദ റോസ് ഓഫ് ദ ഈസ്റ്റേൺ സ്കൈ അല്ലേ. ഈസ്റ്റേൺ സ്കൈയില് മനോഹരമായിട്ടുള്ള ഒരു റോസാപ്പൂവായിട്ട് എന്ത് സംഭവിച്ചു? അത് വളർന്നു വന്നു. ബട്ട് ദ നൈറ്റിംഗിൾ വോയിസ് ഗ്രൂ ഫൈൻഡർ അല്ലേ. പക്ഷെ എന്ത് സംഭവിച്ചു? നൈറ്റിംഗിളിന്റെ സൗണ്ട് എന്തായി മാറി? പൊതുവേ എന്ത് മങ്ങി തുടങ്ങി, ക്ഷീണിച്ചു തുടങ്ങി. ആൻഡ് ഹെർ ലിറ്റിൽ വിങ്സ് ബിഗൻ ടു ബീറ്റ്. അവളുടെ ചിറകുകൾ അങ്ങനെ അടിക്കാൻ തുടങ്ങി അല്ലേ. ചിറകുകൾ ആഞ്ഞടിക്കാൻ തുടങ്ങി. ആൻഡ് ദ ഫിലിം കെയിം ഓവർ ഹെർ ഹൈസ് അല്ലേ. അവളുടെ കണ്ണുകൾ എന്ത് സംഭവിച്ചു? മങ്ങാൻ തുടങ്ങി, പാട ബാധിച്ചു അവളുടെ കണ്ണുകളിൽ. ആൻഡ് ഫൈൻഡർ ഗ്രൂ ഹെർ സോങ് അല്ലേ.
വീണ്ടും വീണ്ടും അവളുടെ പാട്ടുകൾ ഇങ്ങനെ ശബ്ദം കൂടിയ പാട്ടുകൾ ഇങ്ങനെ എന്തായി ക്ഷീണിച്ച് മങ്ങി മങ്ങി വന്നു. ആൻഡ് ഷീ ഫീൽ സംതിങ് ചോക്കിങ് ഇൻ ഹെർ ത്രോട്ട്. അവളുടെ തൊണ്ടകളിൽ എന്തോ തടയുന്നത് പോലെ അവൾക്ക് തോന്നി. Then she gave one last burst of music. അവളുടെ ലാസ്റ്റ് പാട്ടും അവൾ പാടി തീർത്തു. The white moon heard it. അത് എന്ത് ചെയ്തു? മൂൺ അത് കേട്ടുകൊണ്ടേയിരുന്നു. And she forget the dawn. She forget the dawn എന്ന് പറഞ്ഞ എന്താണ്? ഷീ പറഞ്ഞ എന്താണ്? ഇവിടെ മൂണാണ് കേട്ടോ. ഷീ ചന്ദ്രൻ പ്രഭാതം അല്ലെ, പ്രഭാതം വരുന്നത് പോലും മറന്നുകൊണ്ട് ചന്ദ്രൻ ആ പാട്ട് കേട്ടുകൊണ്ടേയിരുന്നു അല്ലെ. സൂര്യാസ്തമയം വരുന്നത്, സൂര്യൻ ഉദിക്കുന്നത് പോലും മറന്നുകൊണ്ട് മൂണ് പോവാതെ ആ പാട്ട് കേട്ടുകൊണ്ടേയിരുന്നു. ആൻഡ് ദ ലിങ്കേർഡ് ഓൺ ദ സ്കൈ അല്ലെ. എന്താണ് സംഭവിച്ചത്? അവിടെ തന്നെ ആകാശത്ത് തന്നെ അങ്ങനെ ചുറ്റിപ്പറ്റി നിന്നു. ദ റെഡ് റോസ് ഹേർഡ് ഇറ്റ്. റെഡ് റോസ് എന്ത് ചെയ്തു? അത് കേട്ടു. ആൻഡ് ഇറ്റ് ട്രംബിൾഡ് ഓൾ ഓവർ വിത്ത് ദ എക്സ്റ്റസി ആൻഡ് ഓപ്പൺഡ് ഇറ്റ്സ് പേൾസ് ദ ഗോൾഡ് മോർണിംഗ് ലൈറ്റ് അല്ലേ. അതിങ്ങനെ വിറച്ചുകൊണ്ട് ആ ഒരു മനോഹരമായിട്ടുള്ള ആ ഒരു എക്സ്റ്റസിയിൽ ഇങ്ങനെ ആ ഒരു സ്വപ്നത്തിൽ ഇങ്ങനെ അത് മറന്നുകൊണ്ട് നിന്നു. ആൻഡ് ഓപ്പൺഡ് ഇറ്റ്സ് പീൽസ് അല്ലാട്ടോ പെറ്റൽസ്. അവസാനം അത് അതിൻ്റെ ഇതളുകൾ ആർക്ക് നേരെ? ആ മോർണിംഗ് എയറിന് നേരെ അതിമനോഹരമായിട്ടുള്ള അതിൻ്റെ പെറ്റൽസ് അങ്ങോട്ട് വിരിച്ചു. Look, cried the tree. മരം ഉറക്കെ വിളിച്ച് പറയാണ്, നോക്ക് നോക്ക്, the rose is finished now. ആ മനോഹരമായിട്ടുള്ള റോസാപ്പൂ ഇപ്പോൾ ഫിനിഷ് ആയിരിക്കുന്നു. But the nightingale made no answer. പക്ഷെ നൈറ്റിംഗിളുടെ ഭാഗത്തുനിന്ന് ഒരു മറുപടിയും വരുന്നില്ല. For she was lying dead in the long grass. അവൾ എന്തായിരുന്നു? അവൾ അവിടെ ആ ഒരു ലോങ് ഗ്രാസിൽ അവൾ അവിടെ മരിച്ചു കിടക്കുകയായിരുന്നു. With the thorn in his heart. ആ മുള്ള് കുത്തിക്കൊണ്ട് അവളുടെ നെഞ്ചിലിങ്ങനെ ഹാർട്ടിലിങ്ങനെ മുള്ളു കുത്തിക്കൊണ്ട് അവൾ അവിടെ മരിച്ചു വീണിട്ടുണ്ടായിരുന്നു. And at noon the student opened his window and looked out അല്ലേ. ആ നൂണിൽ ഉച്ച നേരമായപ്പോൾ സ്റ്റുഡന്റ് എന്ത് ചെയ്തു? ഡോർ ഓപ്പൺ ചെയ്ത് വന്നു, ആ വിൻഡോ തുറന്നു, എന്നിട്ട് പുറത്തോട്ട് നോക്കി. Why? What a wonderful piece of luck, he cried. എന്തു മനോഹരമായിട്ടുള്ള കാഴ്ച, എന്തൊരു മനോഹരമായിട്ടുള്ള ഭാഗ്യകരമായിട്ടുള്ള കാഴ്ച. Here is a red rose. ഇതാ അവിടെ ഒരു ചുവന്ന റോസാപ്പൂ. I have never seen any rose like it in all my life. ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു റോസാപ്പൂ ഞാൻ എൻ്റെ ലൈഫിൽ കണ്ടിട്ടേ ഇല്ല. ആൻഡ് ഹി ലേൺ ഡൗൺ ആൻഡ് പ്ലക്ക്ഡ് ഇറ്റ് അല്ലേ. അവനത് കുനിഞ്ഞുകൊണ്ട് അവനത് പറിച്ചെടുത്തു. Then he put on his hat and ran up to the professor's house with the rose in his hand. എന്നിട്ട് അവൻ്റെ തൊപ്പി തലയിൽ വെച്ചുകൊണ്ട് ആ റോസാപ്പൂവും കൊണ്ട് അവൻ്റെ പ്രൊഫസറിന്റെ വീട്ടിലോട്ട് അവൻ ഓടിപ്പോയി. The daughter of the professor was sitting in the doorway winding ബ്ലൂ സിൽക്ക് ഓൺ ദ റീൽ. അവളുടെ റീലിൽ ഇങ്ങനെ ബ്ലൂ സിൽക്സ് സാരിയൊക്കെ ഇങ്ങനെ ധരിച്ചുകൊണ്ട് ഇങ്ങനെ അവളിങ്ങനെ ഒരു ബ്ലൂ സിൽക്സിന്റെ ഒരു ഇതൊക്കെ ധരിച്ചുകൊണ്ട് ആ വരാന്തയിൽ ഇങ്ങനെ അവളിങ്ങനെ ഇരിക്കുകയാണ്. അതാണ് കേട്ടോ നമ്മുടെ സ്റ്റുഡൻറ്റിൻ്റെ ലവ് എന്ന് പറയുന്ന വ്യക്തി. അതാണ് പ്രൊഫസറുടെ മകളാണ്. ആൻഡ് ഹെർ ലിറ്റിൽ ഡോഗ് വാസ് ലൈയിങ് അറ്റ് ഹെർ ഫീറ്റ്. അവളുടെ കാലിൻ്റെ അവിടെ എന്തുണ്ട്? അവളുടെ പട്ടിക്കുട്ടിയും കൂടെ കിടക്കുന്നുണ്ട്. യു സെഡ് ദാറ്റ് യു വുഡ് ഡാൻസ് വിത്ത് മീ ഇഫ് ഐ ബ്രോട്ട് യു എ റെഡ് റോസ്, ക്രൈഡ് ദ സ്റ്റുഡൻറ്. നീ എന്നോട് പറഞ്ഞില്ലായിരുന്നോ ഞാനൊരു റെഡ് റോസാപ്പൂ തരികയാണെങ്കിൽ നീ എൻ്റെ കൂടെ ഡാൻസ് കളിക്കുമെന്ന് അവൻ പറഞ്ഞു. ഹിയർ ഇസ് ദ റെഡസ്റ്റ് റോസ് ഇൻ ഓൾ ദ വേൾഡ്. ഈ ലോകത്ത് വെച്ച് ഏറ്റവും ചുവന്ന നിറത്തിലുള്ള റോസാപ്പൂ ഇതാ ഞാൻ നിനക്ക് കൊണ്ടുവന്നിരിക്കുന്നു. യു വിൽ വിയർ ഇറ്റ് ടുനൈറ്റ് നെക്സ്റ്റ് ടു യുവർ ഹാർട്ട് ആൻഡ് വി വിൽ ഡാൻസ് ടുഗദർ. നീ നിന്റെ ഹൃദയത്തിന്റെ തൊട്ടടുത്ത് ഈ റോസാപ്പൂ വെക്കൂ, എന്നിട്ട് എൻ്റെ കൂടെ ഡാൻസ് കളിക്കൂ. ബട്ട് ദ ഗേൾ ഫ്രൗൺഡ്. പക്ഷെ ഇത് കേട്ട പെൺകുട്ടി എന്ത് ചെയ്തു? നെറ്റി ചുളിച്ചു. അവളിത് കേട്ടിട്ട് അവൾക്കൊരു സന്തോഷമൊന്നും ഉണ്ടായില്ല. അവൾ നെറ്റി ചുളിക്കുകയാണ് ചെയ്തത്. ഐ എം അഫ്രേഡ് ഓഫ് ഇറ്റ് വിൽ നോട്ട് ഗോ വിത്ത് മൈ ഡ്രസ്. എനിക്ക് ഇത് ചേരുന്നില്ല, എൻ്റെ ഈ ഡ്രസ്സിന് ഇത് മാച്ച് ആവില്ല. ഓക്കെ, ഷീ ആൻസേർഡ്. അവൾ പറഞ്ഞു എൻ്റെ ഡ്രസ്സിന് ഇത് മാച്ച് അല്ല. ആൻഡ് ബിസൈഡ്സ്, അത് മാത്രമല്ല, ദ ചാമ്പർലൈൻസ് നെഫ്യൂ, ചാമ്പർലൈൻ്റെ നെഫ്യൂ പറഞ്ഞ കസിൻ ഹാസ് സെൻഡ് മീ സം റിയൽ ജ്വല്ലേഴ്സ്. അവൻ എനിക്ക് കുറച്ച് രത്നങ്ങൾ പതിച്ചിട്ടുള്ള ആഭരണങ്ങൾ കൊണ്ടുവന്നിട്ട് ആൻഡ് എവരിബഡി നോസ് ദാറ്റ് ദ ജ്വല്ലർ കോസ്റ്റ് ഫാർ മോർ ദാൻ ദ ഫ്ലവേഴ്സ്. എല്ലാവർക്കും അറിയാം എന്താണ് പൂക്കളേക്കാൾ പൂക്കളേക്കാൾ വിലയുള്ളത് എന്ത് തന്നെയാണ്? ജ്വല്ലറിക്ക് തന്നെയാണ് അല്ലേ. പൂക്കളേക്കാൾ വില എന്താണ്? എല്ലാവർക്കും അറിയാം എന്ത് തന്നെയാണ്? ആ മനോഹരമായിട്ടുള്ള ജ്വല്ലറിക്കാണ് നിന്റെ ഈ റോസാപ്പൂവിനേക്കാൾ വില എന്ന് എല്ലാവർക്കും അറിയാം.
well, upon my word, you are very ungrateful. ഓക്കെ, നിന്റെ ഈ വാക്കുകൾ കേൾക്കുമ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, നീ ഏറ്റവും എന്താണ്, നന്ദി കെട്ട വാക്കുകളാണ് അല്ലേ. ഇതെന്താണ്, വളരെ നന്ദിയില്ലാത്ത ഒരു കാര്യമായി പോയി അല്ലേ. സെഡ് ദ സ്റ്റുഡൻറ് ആങ്കിൾ, അവന് വളരെ ദേഷ്യത്തോടെ പറഞ്ഞില്ലേ, എന്തൊരു നന്ദികേടാണ് ഇത് എന്ന്. ആൻഡ് ഹി ത്രൂ ദ റോസ് ഇൻ ടു ദ സ്ട്രീറ്റ്, ഇത്രയും പറഞ്ഞുകൊണ്ട് അവൻ അവൻ്റെ കയ്യിലുള്ള ആ റോസാപ്പൂ ആ തെരുവിലോട്ട് അവൻ എറിയുകയാണ്. വേർ ഇറ്റ് ഫെൽ ഇൻ ടു ദ ഗട്ടർ, അത് അവിടെയുള്ള ഗട്ടറിൽ ചെന്ന് വീഴുന്നു. ആൻഡ് എ കാർട്ട് വീൽ വെന്റ് ഓവർ ഇറ്റ് അല്ലേ. അതൊപ്പം തന്നെ അതിൻ്റെ മുകളിലൂടെ ഒരു വണ്ടി എന്ത് ചെയ്യാണ്, അതിനെ ചവിട്ടി ആ വണ്ടിയുടെ ചക്രം അതിനെ മെതിച്ചു കൊണ്ടുപോവുകയാണ്. വാട്ട് എ സില്ലി തിങ് ലവ് ഈസ്, എന്തൊരു നിസ്സാരമായിട്ടുള്ള കാര്യമാണ് ഈ പ്രണയം എന്ന് പറയുന്നത്, എന്തൊരു നിസ്സാരമായിട്ടുള്ള കാര്യമാണ് ഈ സ്നേഹം എന്ന് പറയുന്നത്. സെഡ് ദ സ്റ്റുഡൻറ് ആൻഡ് ഹി വാക്ക്ഡ് അവേ എന്നും പറഞ്ഞുകൊണ്ട് അവൻ ഇങ്ങനെ പോവാണ്, എത്ര നിസ്സാരമാണെന്ന് പറഞ്ഞുകൊണ്ട് അല്ലേ. എന്താ അല്ലേ, ആ ഒരു പൂവ് അങ്ങോട്ട് വലിച്ചെറിയുമ്പോൾ ഒരു പെയിൻ ഉണ്ടാകുന്നുണ്ടോ മക്കളെ നിങ്ങളുടെയൊക്കെ മനസ്സിലെ. ആ നൈറ്റിങ്കിൾ അവളുടെ ബ്രസ്റ്റിൽ അവൾ അമർത്തിയ മുള്ള് കൊണ്ട് ആ നെഞ്ച് പൊട്ടി അവിടെ അവളുടെ ബ്ലഡ് കൊണ്ട് കൊടുത്തുണ്ടാക്കിയ ആ റോസാപ്പൂ വളരെ നിസ്സാരമായിട്ടുള്ള ഒരു കാര്യം പറഞ്ഞുകൊണ്ട് മനുഷ്യൻ വലിച്ചെറിഞ്ഞു അല്ലേ. എന്താ അല്ലേ, നിങ്ങൾക്കിപ്പോൾ ഇങ്ങനെ തോന്നുന്നുണ്ടാവും ആ പെൺകുട്ടി നല്ല മനോഹരമായിട്ട് അങ്ങ് തേച്ചു എന്നില്ലേ മക്കളെ. നമ്മുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ നല്ല തേപ്പാണ് കിട്ടിയിരിക്കുന്നത് അല്ലേ നമ്മുടെ ആൺകുട്ടിക്ക്. അവന് വിചാരിച്ചത് ആ റോസാപ്പൂവില്ല, അവന് കണ്ട ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹത്തിന് മുകളിലാണ് എന്താണ് മക്കളെ, മണി അല്ലേ, ജ്വല്ലറി അല്ലേ, അതിനു മുകളിലേ. ചില സമയത്ത് ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾക്ക് എല്ലാവർക്കും അറിയാം അല്ലേ, പ്രണയത്തിനും സ്നേഹത്തിനും ഒക്കെ മുകളിൽ പലപ്പോഴും പല കാര്യങ്ങളും കയറിപ്പോവാറുണ്ട് അല്ലേ. പണമാണോ മറ്റെന്തൊക്കെയോ ഈ സ്നേഹത്തിന് മുകളിലൂടെ ഇപ്പോൾ സഞ്ചരിക്കാറുണ്ട് അല്ലേ. ഇതെല്ലാം നമുക്കിപ്പോൾ കാണുന്ന കാഴ്ചകളാണ് അല്ലേ. അതുപോലെ തന്നെയാണ് ഈ പെൺകുട്ടിയും. ആ ഒരു യഥാർത്ഥ സ്നേഹത്തിനും ആ റോസാപ്പൂവിനും മുകളിലായിരുന്നു ജ്വല്ലറി അല്ലേ, അവന് നെഫ്യൂ കൊണ്ടു കൊടുത്ത ജ്വല്ലറി എന്ന് പറയുന്നത്. പക്ഷെ ആ റോസാപ്പൂ ഉണ്ടാക്കി കൊടുത്ത ആ ഒരു നൈറ്റിംഗിളിൻ്റെ ആ ഒരു വേദനയുണ്ട് അല്ലേ. ആ നൈറ്റിംഗിൾ പറഞ്ഞത് എന്തായിരുന്നു, നീ ഒരു യഥാർത്ഥ ലവർ ആവണമെന്ന് മാത്രമായിരുന്നു അല്ലേ. അപ്പോൾ ഇവിടെ എന്തൊക്കെയോ ഒരു പെയിനുകൾ ഈ കഥയിലൂടെ അവസാനിക്കുമ്പോൾ ഉണ്ടല്ലോ മക്കളെ. പ്രകൃതി നമുക്ക് തന്നതാണോ, തിരിച്ച് പ്രകൃതിക്ക് നമ്മൾ കൊടുത്തതാണോ എന്നറിയില്ല. ആരുടെയൊക്കെയോ ഒരു സ്നേഹം ഒരു വിങ്ങലായിട്ടാണ് ഈ കഥ പറയുമ്പോൾ അവസാനിക്കുന്നത് അല്ലേ. പ്രകൃതി നമ്മോട് കാണിച്ച സ്നേഹം തിരിച്ച് നമ്മൾ അങ്ങോട്ട് കാണിച്ചു. പ്രകൃതി ആ വ്യക്തിയോട് കാണിച്ച ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹത്തിന് വേണ്ടി പ്രകൃതി എന്ന് പറയുന്ന നൈറ്റിംഗിൾ അവൻ്റെ സ്വന്തം ജീവൻ തന്നെയാണ് കൊടുത്തത്. അവളുടെ സ്വന്തം ജീവൻ തന്നെയാണ് അവൾ എന്ത് ചെയ്തത്, ആ യഥാർത്ഥ സ്നേഹത്തിന് വേണ്ടി കൊടുത്തത്. തിരിച്ച് വളരെ നിസ്സാരമായിട്ട് ഗട്ടറിലോട്ട് വലിച്ചെറിയപ്പെടുകയാണ് അത് ചെയ്തത് അല്ലേ. വളരെ മനോഹരമായിട്ടുള്ള ഒരു കഥയല്ലേ മക്കളെ. അപ്പോൾ ഈ ഒരു വളരെ മനോഹരമായിട്ട് വളരെ സിമ്പിളായിട്ടുള്ള സ്റ്റോറിയാണ് അല്ലേ. പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ആയമേറിയ ബന്ധത്തെക്കുറിച്ചുള്ള വളരെ മനോഹരമായിട്ടുള്ള ഒരു കഥയാണിത് അല്ലേ. ഈ കഥയുടെ ടെക്സ്റ്റൽ ക്വസ്റ്റ്യൻസും ആൻസേഴ്സുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.